എനിക്കിപ്പോഴും പുഴയെ കുളിക്കുന്ന ഇഷ്ടം. സെമിനാരിയിലെ ബാത്റൂമിൽ കുളിച്ചാലേ ചൊറിച്ചിൽ വരും. അയ്യോ വാ വാ. കൊച്ചുമത്തായിയെ, ജീവനുണ്ടാ? എന്റെ ദേഹത്ത് നല്ല ചൂട്. വാ വേഗം വാ. കോടനാടപ്പുറത്തെങ്ങാണ്ടുള്ളതാ. പട്ടണി മൂത്ത് തള്ളയും 3 മക്കളും കൂടെ ആറ്റിച്ചാടി. ബാക്കിയുള്ളവര് പോയി. ഞങ്ങള് കാണുമ്പോ ഇവന് ഏതാണ്ട് തീർന്ന മട്ട. എന്താ നിന്റെ പേര്? ദേവരാജൻ. ജാതി? ഓ, അതങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. വേണമെങ്കിൽ നമ്മുടെ കൂടെ ചേർത്ത്. എന്നിട്ട് വേണം ഇവന്റെ ആൾക്കാരെ എന്നെ എടുത്തിട്ട് തൊഴിക്കാൻ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണല്ലോ. അത് മതി. പക്ഷെ ഇവൻ നന്നാവോ അറിയിച്ച? വലിയ പ്രതീക്ഷ വേണ്ട. റെക്ടറച്ചന്റെ ഊഹം തെറ്റിയില്ല. നല്ല ഒന്നാന്തര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവനെ പഠിപ്പിച്ചത്. എന്തു ഫലം? 14-ാമത്തെ വയസ്സിൽ അവൻ അനാഥമന്ദിരം ചാടി. 18-ാമത്തെ വയസ്സിൽ അവൻ അകത്തുപോയി, സെൻട്രൽ ജയിലിൽ. 3 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ദേവരാജൻ ഒരു തികഞ്ഞ ചട്ടമ്പിയായി. വെട്ടേ കുത്തേ കൂലിത്തൽ എന്ന് വേണ്ട, ഒരു 5-6 കൊല്ലം കൊണ്ട് ഈ പൂജപ്പുര ദേവരാജൻ എന്ന് പറഞ്ഞാൽ അലബലാദികളിടയിൽ ഒരു നിലയും വിലയൊക്കെയായി. ഇരുട്ടടിയായിരുന്നു അവന്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഡ്രാക്കുള എന്നൊരു വട്ടപ്പേരും. ഡ്രാക്കുള? അതേ ബ്രദർ, ഡ്രാക്കുള ദേവരാജൻ. ഈ നല്ല നല്ല ചട്ടമ്പികളാവുമ്പോ ഇങ്ങനെ ചില ഡിഗ്രികളൊക്കെ വേണമല്ലോ. കോട്ടയം കുഞ്ഞച്ചൻ, പ്രായക്കര അപ്പ, ഇറച്ചിപ്പോളി. പക്ഷേ ഇവന്മാരിന്നൊക്കെ ദേവരാജന്റെ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ അവൻ നല്ലൊരു പണിക്കാരനായിരുന്നു. എന്ത് പണി? ഈ പണി എന്നൊക്കെ ചോദിച്ചാൽ പല പണിയും ചെയ്യും. ഒന്നാമത്തെ പണി ക്രെയിൻ ഓപ്പറേഷൻ. അതായത് ഇടിച്ചു മറിഞ്ഞു കിടക്കുന്ന വണ്ടികളൊക്കെ പൊക്കിക്കൊടുക്കുക. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ഗുണ്ടായിസം. രണ്ടും കാശിനാ. നടയാ ഇത് നടയാ, ഇത് നാടകമല്ലോ നടക്കത്. ചുങ്കി ഇത് മോമ പതുക്കെ. ഹലോ, ഹലോ. പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം, നീയൊരു മലർവാടി. സ്റ്റേറ്റ് ബാങ്ക് എവിടെ? അടുത്ത സ്റ്റേറ്റ്. തളരല്ലേ നീ വിളർ, നീ ദേവയാനി. നിൻ പദം ഞാൻ വേഗം തണ്ണിതാടേ. സോറി സോറി. തുള്ളിയോടും പുള്ളിമാനെന്നില്ലേ, ചുമ്മാ വള്ളിമേട കാടവിടെ ചൊല്ല ചൊല്ല നില്ല് നില്ല്.
താങ്ക്സ്. എന്നെ സംബന്ധിച്ചൊരു ഇറിറ്റേറ്റിംഗ് ഹെഡേക്ക് ആയിരുന്നു. താങ്ക്സ് അലോട്ട്. അവൻ ചത്തുപോകുന്നില്ലല്ലോ. ഓ, അതൊക്കെ മുതലാളിയുടെ സമയഗുണം പോലെ ഇരിക്കും. പണി കള്ളം കാണിക്കുന്നവനല്ലേ ദേവരാജ്. കാശ് മേടിച്ച് ചുമ്മാ ഞണിയാ പോരാ, മേടിച്ച കാശിന് പണിയെടുക്കണമെന്നാണ് പറയിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. പറയിച്ചിന് മനസ്സിലായോ? എന്റെ ഗുരു അദ്ദേഹത്തിന്റെ വാക്കിയൊന്നും തെറ്റിക്കില്ല. മുതലാളി തല്ലാൻ പറഞ്ഞു, നല്ല വൃത്തിയായിട്ട് മർമ്മം ചേർത്ത് കീച്ചിട്ടു. ചത്തുപോകാൻ പറ്റില്ല, കുറെ കാലം കൂടെ അങ്ങനെ കിടക്കും. ഒരു കണക്കിന് ചത്തുപോകുന്നത് അവന് നല്ലത് എന്ന് വെച്ച് ഞാനത് ചെയ്യാൻ പാടില്ലല്ലോ. തല്ലാൻ പറഞ്ഞാൽ തല്ലുക, കൊല്ലരുത്. കൊല്ലാൻ പറഞ്ഞാലോ? പറഞ്ഞില്ലല്ലോ, പറഞ്ഞെന്ന് വെക്കുക. അങ്ങനെ ഇമാജിനറി ക്വസ്റ്റ്യൻസിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. തുറന്ന് പറ മുതലാളി, കൊല്ലണോ? വേണം. ആരെ? എന്തിന്? എന്തിന്? അത് നൺ ഓഫ് യുവർ ബിസിനസ്. സോറി, ആരെ? അത് പറയാമല്ലോ. ഇത് മാധവൻ തമ്പി, റിംഗ് വാലി പ്ലാന്റേഷൻസിന്റെ ഉടമ. അയാളുടെ ഭാര്യ ദേവകി, മകൾ നന്ദു, അളിയൻ ശങ്കരൻ, ശങ്കരന്റെ മകൻ രഘു. ഫോട്ടോ കുറച്ച് പഴയതാണ്, രൂപൊക്കെ മാറിക്കാണും. ഇതില് നമുക്ക് വേണ്ട കക്ഷി ആരാ? അല്ല സോറി, ഭൂമിക്ക് വേണ്ടാത്ത കക്ഷി ആരാ? മാധവൻ തമ്പി. മാധവൻ തമ്പി മാത്രം. ചോദ്യം അനാവശ്യമാണെന്നറിയാം, എന്നാലും ക്യൂരിയോസിറ്റി താങ്ങുന്നില്ല മുതലാളി. ഈ മാധവൻ തമ്പി മുതലാളിയുടെ ആരാ? എന്റെ അച്ഛൻ. ഞാൻ ആദ്യ ഭാര്യയുടെ മകനാണ്. ഇപ്പൊ കൂടെയുള്ളത് വെപ്പാട്ടിയും മോളും. വെപ്പാട്ടിയുടെ മോളാണെങ്കിലും ആ കൊച്ചു പെങ്ങളല്ലേ മുതലാളി? എന്നാൽ എനിക്കുള്ളത് അവര് തിന്നണം. തന്തയ്ക്ക് പറക്കണമെങ്കിൽ ഇങ്ങനെ പറക്കണം. പിന്നീട് എന്തുണ്ടായി? എന്തുണ്ടാകാൻ ബ്രദേഴ്സ്, ഈ പ്രേമത്തിന് കണ്ണില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാ. പ്രേമത്തിന് കണ്ണുണ്ട്. അതുകൊണ്ടല്ലേ മാധവൻ തമ്പിയുടെ മകൾ നന്ദു അവനെ അങ്ങോട്ട് കയറി പ്രേമിച്ചത്. പൂവല്ല പൂവല്ല പൂവാങ്കുരുന്നല്ല പൂവിട്ടു നെഞ്ചിൽ കിനാവ് തേനല്ല തേനല്ല തേൻ കാറ്റ് കാതിൽ തേവുന്നു തേനോളം പാട്ട്. അപ്പൊ തമ്പിയുടെ മോളെ നന്ദൂന്ന് ദേവരായനെ അറിഞ്ഞൂടായിരുന്നോ? ഇല്ല, നന്ദുവിനെ എവിടെയോ വെച്ച് കണ്ടു. അവര് തമ്മിൽ പ്രേമമായി. പിന്നെ ഒളിച്ചോട്ടമായി രജിസ്റ്റർ മാരേജായി. അത് കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആയി, സെക്കൻഡ് നൈറ്റ് ആയി, ഡേ നൈറ്റ് ആയി, പെണ്ണു മാതാവായി. ഇതിനിടയ്ക്ക് അമ്മായിപ്പനെ കയറി തല്ലാൻ പറ്റുമോ? ഇവനാണെങ്കിൽ കാശും മേടിച്ചു പോയി. ആരെയെങ്കിലും തല്ലിയില്ലെങ്കിൽ അത് വലിയ നീതികേടാകും എന്ന് ഞാൻ പറഞ്ഞു. ആ അക്കൗണ്ടിലാണ് അമ്മ അവൻ ചട്ടൻ ചങ്കരന്റെ കാല് തല്ലി ഓടിച്ചത്. ഈ വറീച്ചന്റെ ലാംഗ്വേജ് ഒരു സെമിനാരിയുടെ അന്തസ്സിന് യോജിച്ചതല്ല. ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നതിനിടെ എന്തിനാണോ ഒരു ഗുണ്ടയുടെ കഥ പറയുന്നത്? ഇച്ചിരി എരിവും പുളിയില്ലാത്ത പഴയതുപോലെ തിയോളജി അങ്ങ് ഏക്കത്തില്ല അച്ചോ. ഈശോയെ, അപ്പു ജനിച്ചതോടെ ദേവരാജൻ പുതിയൊരാളായി. പുറത്തെന്തു വായിക്കോ, പക്ഷെ ഇതുപോലുള്ള ക്ലാസ്സുകളില് ഞാൻ കുറച്ചുകൂടി റിഫൈൻഡായ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് അവൻ എന്നെപ്പോലും ഉപദേശിച്ചിരുന്നു. കാര്യം വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും അന്തം വിട്ട കോമൺ സെൻസ് അല്ലേ ദേവരാജന്. പിന്നെ ബിസിനസ് കാര്യങ്ങളില് അവൻ മാധവൻ തമ്പിയുടെ റൈറ്റ് ഹാൻഡായി. അങ്ങനെ അപ്പുവിന്റെ 2ാം പിറന്നാൾ കഴിഞ്ഞതിന്റെ 5ാം പക്കം മാധവൻ തമ്പി മരിക്കുന്നു. തമ്പിയെ ആരോ കൊന്നതാണ്. ആര്? ദേവരാജനൊഴികെ മറ്റാരുമാകാം. പക്ഷെ കേസും പോലീസും വന്നപ്പോ ദേവരാജന്റെ പൂർവ്വചരിത്രം ഒരു പ്രശ്നമായി. തമ്പിയുടെ ആദ്യ ഭാര്യയുടെ മകൻ പിടിയിലായപ്പോ അവൻ ദേവരാജനെ ഒറ്റി. അതോടെ സാഹചര്യ തെളിവുകളെതിരായി ദേവരാജൻ ശിക്ഷിക്കപ്പെട്ടു 5 വർഷത്തേക്ക്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ദേവരാജനെ നന്ദു സ്വീകരിച്ചില്ല. പകരം കേസ് കൊടുക്കുകയാണ് ചെയ്തത്. വിവാഹമോചന കേസ്. ചട്ടൻ ചങ്കരയുടെ മനസ്സിൽ സ്വപ്നങ്ങൾ വേറെയായിരിക്കും. രഘു അങ്ങനെ പുര നിറഞ്ഞു നിൽക്കുകയല്ലേ. കേസും ബഹളവും അതിന്റെ വഴിക്ക് അങ്ങനെ നടക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ ദേവരാജനും അപ്പവും തമ്മിലാകുന്നില്ല, കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. അവധിക്കാലങ്ങളിൽ കുറച്ചു ദിവസം അപ്പുവിനെ കൂടെ നിർത്താൻ കോടതി ദേവരാജനെ അനുവദിച്ചു. അടുത്ത അവധിക്കാലമായി ഇത്തിരി കാശുണ്ടാക്കാൻ തലയും കുത്തി നിന്ന് ശ്രമിക്കുകയാണ് പാവം ദേവരാജൻ. ആശാനേ, ദേവരാജൻ ആശാനേ, ഓടിവായോ, ഒരു കത്തുണ്ട്. അച്ചുവേ, ഓടിവായോ, ഒരു കത്തുണ്ട്. അച്ചുവേ. ആരാണാവോ രാവിലെ ആശാനെ ലേലം വിളിക്കണത്? ഉണ്ടാ മാസ്റ്റർക്ക് ഒരു ലവ് ലെറ്റർ ഉണ്ട്. നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറിന്റെ ആണ്. ആര്? ഏലിയമ്മ? അല്ലെന്ന്, തൊരപ്പൻ അവരാൻ. കോട്ടമല പെരുന്നാളിന് മാഷാനെ തല്ലി ഓർമ്മയില്ലേ? ഓ, നോർത്തിലെ സർക്കിള്. അവൻ എനിക്കെന്തിനാ എടുത്തു വിട്ടത്? നീ അതൊന്ന് വായിച്ചേ. പ്രിയപ്പെട്ട ദേവരാജൻ വായിച്ചറിയുവാൻ CI അവറാച്ചൻ എഴുതുന്ന കത്ത്.
സാറേ ഞങ്ങളൊന്ന് കാണട്ടെ. ആൾക്കാർക്ക് കാണാവുന്ന പോലെ മാറി നിൽക്കടാ റാസ്കൽ. മറകിടാ റാസ്കൽ. എന്റെ പൊന്ന് ദേവരാജ, നീ ഇത് കേട്ടല്ലോ അല്ലേ? അതാരാണെന്ന് മനസ്സിലായോ? മണ്ടരി മാത്തനാടാ, മണ്ടരി. പഴയ സർക്കിളിനെ കുത്തിക്കൊന്ന മാത്തൻ മണ്ടരി. നീ അവന്റെ മീശ കണ്ടോ? ബെസ്റ്റ്. അവരാരെങ്ങനെ മാത്തന്റെ മടയിൽ ചെന്ന് വിട്ട്? സർക്കിള് കുത്തുകൊണ്ട് വീണപ്പം ഞാനാണല്ലോ അന്ന് മാത്തനെ അറസ്റ്റ് ചെയ്തത്. കോടതി അവനെ ജീവപര്യന്തം ശിക്ഷിച്ചപ്പോ അവന്റെ പാവം പിടിച്ച പെണ്ണും പിള്ളയ്ക്ക് ആരും ഇല്ലല്ലോ എന്നൊരു തോന്നല്. എന്റെ ഭാര്യയും മക്കളെയും നോക്കുന്നതിലും കാര്യമായിട്ടാ ഞാൻ മാത്തന്റെ പെണ്ണിനെയും പിള്ളേരെ നോക്കുന്നേ. ഉവ്വ, പിള്ളേരെ നോക്കി. ചുമ്മാ പുളു പഠിക്കാതിന്റെ സാറേ. ഓസ് പറ്റിയില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞേ പിന്നെ എനിക്ക് മാത്രം വല്ലപ്പോഴും വെല്ലം തരും. ചവത്തി കുത്താതടി. നീ ബാക്കി കൂടെ എഴുത്. ഈ മാസത്തെ ശമ്പളം കിട്ടിയപ്പോൾ പതിവ് പോലെ ഞാൻ ഇത്തിരി അരി സാമാനം വാങ്ങിച്ചുകൊണ്ട് മാത്തന്റെ വീട്ടിൽ വന്ന് കയറി. എന്റെ ദേവരാജ, നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന തെണ്ടി ഏതൊരു ചതിയെ. അയാൾ അവന് പാരോള് കൊടുത്തടാ മാത്തന്. എന്നിട്ടെന്ത്? അവൻ എന്നെ ഒരു മുറിയിലിട്ട് പൂട്ടി വെച്ച് ടിക്കറ്റ് വെച്ച് നാട്ടുകാരെ കാണിക്കുവോ? ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞ എന്റെ ഗതി നിനക്കറിയാലോ. കോട്ടമല പെരുന്നാളിന് നടന്ന സംഭവങ്ങളൊക്കെ നീ മറക്കണം ദേവരാജ. അല്ലെങ്കിൽ തന്നെ മറക്കാൻ എന്തിരിക്കുന്നു? അടി മുഴുവൻ ഞാനല്ലേ കൊണ്ടത്. ഈ കത്ത് കിട്ടിയാലും ഇല്ലെങ്കിലും നീ ഉടനെ ഇവിടം വരെ വന്ന് എന്നെ രക്ഷിക്കണം പ്ലീസ്. അമ്മാവും കൊണ്ട് ചോദിക്കണല്ല, കൊച്ചുമിച്ചാത്തി വല്ല എടുക്കണ. മാത്രം എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കൂടാ. ആളെണ്ണം കൂടുതലാണോ? ഓ, എണ്ണം നോക്കാതെ അടിക്കുന്ന ആളല്ലേ. ഹലോ, മിസ്റ്റർ മാത്യുവിന്റെ വീട് തന്നെയല്ലേ? ഏത് മാത്യു? മണ്ടരി മാത്യു. മണ്ടരി മണ്ടരി. ആ, അത് ഞാനാ. നീ ഏതാ? ഞാൻ അച്ചു. നിന്നോടല്ല പറയാൻ ചേട്ടാ. ആരുടെയെങ്കിലും കയ്യിൽ നല്ല വീതിയുള്ള ഈരടത്തോർത്തുണ്ടോടേ. ടർക്കി ആയാലും മതി, നല്ല വീതി വേണം. പുതിയതാവണമെന്നില്ല, പഴയതായാലും മതി. യൂസ് ചെയ്തതേ ഹോളുണ്ട്, കുഴപ്പമുണ്ടോ? പണ്ടൊക്കെ ചട്ടമിമാരെന്ന് പറയുമ്പോ തലയൊരു കെട്ട് കാണുമായിരുന്നു. ഇപ്പൊ പരിഷ്കാരം കയറി മൂത്തുമത്ത് തലക്കെട്ട് കാണേ പഞ്ചാബി പോണോ? പഞ്ചാബി ഹൗസ് കാണണം. നീ അണ്ടർ ഇട്ടിട്ടുണ്ടോ? ഞാനത് ഉപയോഗിക്കില്ലെന്ന് മാഷിന് അറിയില്ലേ? നിന്നോട് അല്ലടേ. ഏതാ ഇനം? ഷഡ്ഡിയ അല്ല, ബെർമുട. അയ്യോ, പരിഷ്കാരം എന്ന് കേട്ടോ. നല്ല ഇറക്കമുണ്ടോടെ, നാറ്റിക്കരുത്. എന്തിനാണ്? അതെ, രണ്ടറ്റവും കൂട്ടി തയ്ച്ചിട്ടേ ഒരു 10 കിലോ അരി മേടിക്കാനാ. ഇതേ നല്ല ഒന്നാന്തരം ഉണ്ടാ. ഇതിങ്ങനെ ചെളിയിലിട്ട് ഉരുട്ടിയാലേ ഇവന് പണിയാവും. മണ്ടരേശൻ, ഒന്നിങ്ങോട്ട് വന്നേ, ഒരു സുകാര്യം പറയാനാ. എന്നിട്ട് പോയിരുന്ന് കളിച്ചോ. ദേവരാജ, കത്തിയെടുക്കുന്നു. വലിഞ്ഞ മക്കളെ, ഇവൻ പെശക. നിനക്ക് ഞാനും എന്റെ പരോളിന്റെ കാലാവധി കഴിഞ്ഞു. ഞാൻ പോവാ. അല്ല, ആശാമട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. പോടാ പന്നി. എങ്ങടാ പോണത്? താൻ പോണില്ലേ? എന്റെ മുണ്ട് എന്റെ മുണ്ടിലന്ന് കാണായിരുന്നു. അല്ല, ബെർമൂഡിൽ കാണായിരുന്നു പറഞ്ഞു. ബർമുട ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അതെ അതെ, കാണാൻ പറ്റിയ ഉരുവം. ലില്ലിമുളം കാടുകളിൽ വല്ലവരും പാടി വരും തെന്നല്ലേ, സ്പാൻഡർ തെന്നല്ലേ. മണി 10 അലാറടിക്കാത്ത എന്ത്? വീണേനെ. ആശാനെ, മണി 10 അലാറടിച്ച് എഴുന്നേക്ക്. അലാറം നിർത്തറ തെണ്ടി. തന്തൊക്കെ വിളിക്കരുത്. നിന്നെയാടാ തെണ്ടി എന്ന് വിളിച്ചത്. അപ്പൊ ഇന്നലെ പറഞ്ഞ എന്റെ തന്തയുടെ തെണ്ടിന്ന്. അച്ചു, നീ മേടിക്കും. അലാറം കൂടിയ ദൈവമേ, ഈ ടൈമിൽ തന്നെ തല്ലു കൊള്ളിക്കും. നിക്കണൂല കൊണ്ടാടാ കണ്ടിട്ട്. അയ്യോ, അയ്യോ, ഇതെന്തെയ്യും? അലാറം. അയ്യോ, ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. ഞാൻ ഇന്നലെ അത്താഴപ്പക്ഷി കിടന്നവനാ. ഞാനും ബിരിയാണി അല്ല തിന്നത്, വായു തന്നെയാണ്. നിനക്കത് മതി. ഞാനേ മേലടങ്ങി പടയെടുക്കുന്നവനാ. നേരം വല്ല അകത്തോട്ട് ചെന്നില്ലെങ്കിലേ തല കറങ്ങും. ആ കേശവളിയുടെ പറ്റി തീർക്കാത്തോണ്ട് ചായക്കടലിട്ടും പോകാൻ മേല. എന്നാ പിന്നെ വിശപ്പ് തീർക്കാൻ എവിടെയും കിടന്ന് ഉറങ്ങാന്ന് വെച്ചാൽ ഒടുക്കത്തെ ഒരു അലോറം. അയ്യോ,
എന്റെ പൊന്ന് സാറേ ഒന്നും മനഃപൂർവ്വമല്ല. ഈ എരണം കെട്ടവൻ ഒറ്റ ഒരുത്തം കാരണമാ ഇവൻ ഏറൊഴിഞ്ഞു കളഞ്ഞില്ലേ? അത് കൊള്ളാം. എന്നിട്ട് ഞാൻ തലപൊളിഞ്ഞ പോലെ സർക്കാർ ആശുപത്രി തിന്നെ കിടന്നിട്ടോ അല്ലേ? ദേ ഉന്നില്ലാത്തൊരു എറിയാൻ നിൽക്കുന്നത് മാഷേ. പട്ടിക്കിട്ട് വെച്ചാൽ പട്ടി വീണം അല്ലെ പോത്തിന്റെ തലക്കെട്ടല്ലേ കൊള്ളുണ്ട് അല്ലേ സാറേ? ദേ കണ്ട കാലിട്ടി വിട്ടു കണ്ടാ. വർഗീസ് അച്ഛന്റെ ഗ്യാരണ്ടിയിലാ തനിക്ക് ഞാൻ ഈ ലോൺ തന്നത്. ഇതിപ്പോ 5 ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആയി. ആസ് പെർ റൂൾസ് ഞങ്ങൾ ഗ്യാരണ്ടിയറെ വിവരം എന്നിട്ടും ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഗുണ്ടാകളെ വിട്ട് വണ്ടി പിടിക്കും. ഇത് ഞങ്ങളും കുറെ ചെയ്തിട്ടുള്ള സാറേ ഇല്ലടാ. പിന്നെ സാർ ആരെയും ഒന്നും അറിയിക്കണ്ട. അനാഥാലയത്തിലോട്ട് അരിമേടിക്കാൻ ഗതിയില്ലാത്ത അങ്ങേരെ ഇനി ഇതും പറഞ്ഞ് ടെൻഷൻ എടുപ്പിക്കണ്ട. 15 ഗഡു ഞാൻ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. ഇനി 5 ഗഡു മാത്രമേ ഡിഫാൾട്ട് ഉള്ളൂ. അത് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ അടച്ചിരിക്കും. ഏറിപ്പോയ 2 ആഴ്ച ഉറപ്പ്. 2 ആഴ്ച ഒന്നും ആകൂല സാറ്. കൂടി വന്ന 2 മാസം അല്ലേ? കാശിന് എവിടെ പോകും മാഷേ? വണ്ടി വിട്ടേക്കാം. നീ ആ ബ്രോക്കർമാരോടൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. മാഷേ അല്ലാണ്ട് എന്ത് ചെയ്യാനടാ? അടുത്ത ആഴ്ച അപ്പൂന് സ്കൂൾ അടയ്ക്കും. പിന്നെ 2 ആഴ്ച അവൻ എന്റെ കൂടെ അല്ലേ. വർഷത്തിൽ 10-12 ദിവസമെങ്കിലും സ്വന്തം കുഞ്ഞിന് അരിമേടിക്കാൻ ഉതകാത്ത ഇത് എനിക്ക് വേണ്ട. 2 ആഴ്ച കഴിഞ്ഞാൽ അപ്പു തിരിച്ചു പോകും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ അടുത്ത സ്കൂൾ വർഷമായി. ഓണവധിക്ക് അപ്പു പിന്നെയും വരും. അപ്പൊ എന്തെടുത്ത് വിൽക്കും? ഈ അവധിക്കാലം കൂടെ കഴിഞ്ഞാൽ പിന്നെ അപ്പു എന്നെ കാണാൻ വരില്ല. എന്റെ മോന് പിന്നെ ഒരിക്കലും എന്നെ കാണാൻ വരാൻ പറ്റില്ല. 2 മാസം കഴിഞ്ഞ ഡൈവോഴ്സ് കേസിന്റെ വിധിയാവും. അത് കഴിഞ്ഞാൽ രഘുവും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കും. പിന്നെ ഒരിക്കലും അപ്പു എന്നെ കാണാൻ പറ്റില്ല. അവൻ സമ്മതിക്കല രഘു. അപ്പു 2 പേരുടെ കൂടെ നിന്നോളാൻ കോടതി വിധി ഉള്ളതല്ലേ? ആ വിധി നടത്തിക്കിട്ടാൻ ഞാൻ എന്റെ കുഞ്ഞിനെ പിന്നെ കോടതി കയറ്റണ്ടേ? അത് വേണ്ട. എനിക്ക് അവന്റെ ഭാവിയാ വലുത്. എന്റെ സെന്റിമെന്റ്സ് അവന്റെ നാശത്തിനാവരുത്. ഞാൻ ഒഴിഞ്ഞു പോയേ പറ്റൂ. എങ്ങോട്ട്? ദൂരെ എവിടേക്കെങ്കിലും കാണാമറയത്ത്. അല്ലെങ്കിലേ അപ്പു തേടി വരും. അവന് വരാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക്. നീ കയറ്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. വണ്ടി ബാക്ക് പേടിക്കണ്ട. പിടിച്ചിരുന്നോ? പിടിച്ചോ. ഉടനെ വിളിക്കാം. ശരി. ഓ അതെ ഹലോ ഈ ബ്ലഡ് കൊടുത്ത കാശ് കിട്ടില്ലേ മാഷേ? ഞാൻ ശങ്കർ, ജമിനിയുടെ മാനേജരാ. ചോദിക്ക് കാശ് പിടിക്ക്. Sure, I'll take care.
ഓക്കെ, താങ്ക് യു. ആ ദേവരാജൻ കാണണമെന്ന് പറയണു. ആ, വിളിക്കൂ. ശരി. ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഓക്കെ ഡോക്ടർ. എന്താ മാഡം ഇത്? ഒരാഴ്ച കൂടി റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു തീർന്നില്ല. ആരത്? ദേവരാജൻ, എന്റെ ജീവൻ രക്ഷിച്ച ആളാ. ഓ, ക്രെയിൻ സർവീസ്. വന്നു, കണ്ടു, ഗുഡ്. സംസാരിക്കരുത്, സംസാരിപ്പിക്കരുത്. ശങ്കർ, നിങ്ങൾ ശ്രദ്ധിക്കണം. സാർ, ഒക്കെന്ന് കിട്ടുന്ന ശവമാണെ 500 രൂപ കൂടുതൽ കിട്ടും. ബിസിനസിന്റെ വശത്തോട് നോക്കുമ്പോ ആള് തട്ടിപ്പോകുന്നതാ ഞങ്ങൾക്ക് ലാഭം. എന്നാലും ഇവരൊക്കെ ഇങ്ങനെ അംഗഭംഗമില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോ ഈ കാഴ്ച തന്നെ വലിയൊരു റെമ്യൂണറേഷൻ അല്ലേ ഡോക്ടറെ? വർഗീസ് പറയുന്ന പോലെ തമ്പുരാന്റെ അക്കൗണ്ടിൽ നമ്മുടെ പേരിൽ നല്ലൊരു തുക ക്രെഡിറ്റ് ആവും. നിങ്ങൾ പോയിക്കോ, ഞാൻ ഇച്ചിച്ചി പിരിവൊന്നും വന്നതല്ല. ആരാ വർഗീസ് അച്ഛൻ? എന്റെ ബോസാ. എന്തായാലും ഇങ്ങനെ നല്ല ജീവനോടെ കണ്ടത് സന്തോഷമുണ്ട് പെങ്ങളെ. നാളെ മറ്റന്നാളെ പോകാന്നല്ലേ പറഞ്ഞു? നന്നായി. ഇനി സിനിമ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇനി ബോറായാലും കൂവല്ല, കൂവിക്കേ. ഓട്ടെ ശങ്കർ. ദേവരാജ, ഇത് ഞങ്ങളുടെ സന്തോഷത്തിന്. അപ്പൊ എനിക്ക് സന്തോഷിക്കണ്ടേ ശങ്കർ സാറേ? പറഞ്ഞു കേട്ടതുപോലെ നിങ്ങളുടെ പ്രൊഡ്യൂസർ അത്ര കഞ്ഞൊന്നുമല്ല. ചെയ്ത ജോലിക്കുള്ള കൂലി അയാളാണ് ആ പൈ തീർത്തു തന്നത്. ഇത് കൈക്കൂലിയാ. ഇത് വാങ്ങിക്കാതിരിക്കുന്നതാണ് എന്റെ സന്തോഷം. ഇതാരിത്? വറീച്ചനോ? എടാ വേ, ഞാൻ മനസ്സുകൊണ്ട് വരിക. എനിക്കെല്ലാം മറക്കണം. നിന്റെ ഈ വാട്ടർ പ്രൈസ് ഉണ്ട്. എനിക്കങ്ങനെ സ്ഥിരം കഴിപ്പൊന്നുമില്ല. തന്നെയല്ല, ഇവിടെ മേടിച്ചു വെക്കുന്ന പതിവ് തീരെയില്ല. ഇത് തൊഴിൽശാലയല്ലേ? സരസ്വതി വിളയാടുന്ന സ്ഥലം. എവിടെ? സരസ്വതി എന്ന് പറഞ്ഞാ ദേവി. എടാ, വിവരവും വിദ്യാഭ്യാസം ഉള്ളിടത്താ സരസ്വതി. അവർക്ക് ഇവിടെ എന്ത് കാര്യം? അച്ഛന് എന്ത് പറ്റി? ലോഹ എവിടെ? ലോയിലെ വണ്ടിയുടെ പെട്ടിക്കാത്തിരിപ്പുണ്ട്. അതെന്തിനാ ഊരിയെ? കത്തോലിക്ക സഭയെ നാറ്റിക്കാണ്ടിരിക്കാൻ. സ്ഥിരമായിട്ട് ഊരിയോ? ടെമ്പറവരി. ചുമ്മാ ഇരിയെടാ. അടിക്കാൻ. അച്ഛൻ കെമിക്കൽ അടിച്ചിട്ടുണ്ടോ? കെമിക്കലാ? ഞാൻ ഒരു തെങ്ങും കള്ള് കുടിച്ചു. അതാ ഞാൻ പറഞ്ഞ ഒരു ഷാപ്പിലും കള്ളില്ല, മുഴുവൻ കെമിക്കലാ. ഓ, അച്ഛൻ ഒറ്റ? അല്ലല്ല, നിന്റെ ശിങ്കടിയും കൂടെ ഉണ്ടായിരുന്നു. അച്ഛോ? ആ, എന്നിട്ട് അവനോടെ? അവനെ ശകലം പണിയില്ല. എന്ത് പണി? വാള് പണി. എന്നിട്ട് പണി തീർന്നില്ല. പക്ഷെ എനിക്ക് അതും പാടില്ലല്ലോ, അതാ ഇങ്ങോട്ട് കയറി വന്നത്. ഓ, അത് ശരി. 100 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നത് വെള്ളം ഒടിച്ച് വാളുപണിയാ? എടാ പരമപ്പൂ. എടാ, മിനിഞ്ഞാത്ത പത്രം കണ്ടപ്പോ അനാശാലയിലെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ഓടി എന്റെ അടുത്തോട്ട് വന്നിട്ട് പറയുക, അച്ചോ അച്ചോ, ദേ സിനിമാ നടി ജമിനി വണ്ടി ഇടിച്ച് കുഴി കിടക്കുന്നു. നമ്മുടെ ദേവരായനങ്ങളെ രക്ഷപ്പെടുത്തിയത് അങ്കിളിന് ഒത്തിരി കാശ് കിട്ടി കാണും. ഞങ്ങൾ ഈ ഗോതമ്പ് ദോശയും ഉണക്കക്കപ്പയും നിന്നും അടുത്തു. ഒരു ബിരിയാണി സദ്യ മേടിച്ചാൽ അങ്കിളിനോട് പറ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നുമക്കളെ, ബിരിയാണി സദ്യ നമുക്ക് വേണ്ട. ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച നല്ല നെല്ലുകുത്തിയരുടെ കഞ്ഞി വെച്ച് തരാം. അതിനുള്ള കാശ് അവനോട് ഞാൻ മേടിച്ചോളാമെന്ന്. അങ്ങനെയാണ് പുള്ളിയെ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ദേവരാജ, ഷാപ്പും പടിക്കൽ എത്തിയപ്പോ അച്ചു എല്ലാ കാര്യം എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ തകർന്നു പോയടാ. എടാ, അവളോട് കാശ് വേണമെന്ന് പറയാൻ നീ ആരാടാ? മൈസൂർ രാജാവിന്റെ കൊച്ചുമോനോ? വേലക്കൂലി അവർ തന്നു, പിന്നെ എച്ചിച്ച് മേടിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു നാണമില്ല. നിനക്ക് നാണം കാണും. 100 വയറ് കളിക്കുന്ന പ്രാരാബ്ധക്കാരനാ ഞാൻ. എടാ, ആരാണ് പണിതിട്ട കൊട്ടാരം പോലത്തെ കെട്ടിടം മാത്രമേ ഉള്ളൂ. എനിക്ക് നാണമില്ലടാ. ഞാൻ നാണിച്ചാലേ എന്റെ കൊച്ചുങ്ങൾക്ക് വിശക്കും. എന്റെ കുഞ്ഞുങ്ങളുടെ അരിക്കാച്ചിന് വേണ്ടി ഏത് ചെറ്റത്തരവും ഞാൻ കാണിക്കും. ആരാ ഇവൻ? ശങ്കരൻ വാനേര. ഹലോ മിസ്റ്റർ ദേവരാജൻ. ഹലോ ഫാദർ വർഗീസ്. ഹലോ മിസ്റ്റർ ശങ്കർ, താങ്ക്സ്. ഇനി ഇതുപോലത്തെ ആവശ്യം വരുമ്പോ ഞാൻ മദ്രാസിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ പരിചയക്കാരായല്ലോ. കാർഡ് പ്ലീസ്. സോ മിസ്റ്റർ ദേവരാജൻ, ധൈര്യമായിരിക്കേണ്ട സമയമാണിത്. ദൈവം നിങ്ങളെ കൈവിടില്ല. ഓപ്പറേഷൻ വിജയ ഹോസ്പിറ്റലാണെന്നല്ലേ പറഞ്ഞു? അതെ, ഡോക്ടർ ചെറിയാൻ നല്ല ഡോക്ടറാ. പിന്നെ മദ്രാസിലെത്തിയാൽ ഉടനെ വിളിക്കണം. ഏത് സഹായത്തിനും ഞാൻ ഉണ്ടാവും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്. ശരി. പെരുങ്കൊക്കെന്ന് ജീവൻ രക്ഷിക്കാൻ 20,000 തൂമ്പ. കിട്ടിയതാവട്ടെ. അടുത്ത ആഴ്ചയിലെ അപ്പു വരുന്നത്. നിങ്ങളൊന്ന് അടിച്ചു പൊളിക്ക്. എന്റെ പ്രസന്റ്. പിന്നെ ഇതെനിക്കല്ല, അരിക്കടക്കാരനാ. അവന് കച്ചവടം കൂടിയാ പിന്നെ നെറിയില്ല, പറ മാത്രമേ ഉള്ളൂ. അച്ഛൻ ജമിനിയെ കണ്ടല്ലേ? കണ്ടു. അച്ചു പണി തുടങ്ങിയപ്പോഴേ ഞാൻ ആശുപത്രിയിലേക്ക് വിട്ടില്ലേ. മോശമായിപ്പോയി. അതേടാ, ഞാൻ മോശക്കാരനാടാ. എന്റെ കാശിങ് വന്നേ. ആഹാ, അയാളെന്താ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞു? എടാ വേ, സിറ്റുവേഷൻ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി ഞാനൊരു സ്ഥിരം സിനിമാ നമ്പർ ഇട്ട് നോക്കിയതാ. നിന്റെ ഹാർട്ട് പോക്ക ബൈപ്പാസ് സർജറി വേണമെന്നൊരു കാച്ചി. പക്ഷെ വേണ്ടായിരുന്നു. ഈ സൂക്കേട് സെന്റിമെന്റ്സിനൊക്കെ പഴയ പോലെ മാർക്കറ്റിൽ ഇടാവേ. ട്രെൻഡ് മാറിപ്പോയില്ലേ? മന്മദരസ വണ്ടിയെന്ന് പറ.
ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് അച്ഛൻ നിർബന്ധിച്ചിട്ടാ. കൊല്ല്, നെക്കി തന്നെ കൊല്ല്. 20,000 രൂപ പിച്ചനെ നെക്കി തന്നെ കൊല്ല്. അച്ഛൻ അല്ലേലും അങ്ങനെയല്ല. സ്നേഹിച്ചാലും നെക്കിക്കൊല്ലും, സ്നേഹിച്ചില്ലേലും നെക്കിക്കൊല്ലും. കളയണ്ട, കാശ് കൊടുത്തു പിടിച്ചതാ. എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമേടാ, എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമേടാ, ബൈ ബൈ. എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമേടാ. അമ്മ, ഹലോ അപ്പു. ബൈ അമ്മ, സീ യു. ഹലോ ദേവരാജ്. അച്ഛൻ്റെ അപ്പോ സമ്മർ വെക്കേഷന് 2 ആഴ്ച അച്ഛന്റെ കൂടെ. അതിങ്ങനെ ഫസ്റ്റ് ഡേ വേണമെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും അതല്ലല്ലോ മര്യാദ. ഞാൻ പറയാം. വേണ്ട, അപ്പൂന് വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ട രഘു. ആ, അച്ഛനെ മീറ്റ് ചെയ്യാൻ എന്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരെ? എന്നെ? ആ, ദീപു ആൻഡ് മരിയ. വിളിക്കട്ടെ? വാ വാ. മീറ്റ് മൈ ഫാദർ. ഹലോ അങ്കിൾ. എന്തിനാ എന്നെ കാണാന്ന് പറഞ്ഞേ? ഇവള് ജെമിനിയുടെ വലിയ ഫാനാ. അച്ഛനാണ് ജെമിനിയെ ക്ലിഫ് ഒന്ന് സേവ് ചെയ്തേന്ന് അറിഞ്ഞ മുതല് ഇവള് അച്ഛനെ കാണാൻ നിക്കുക. താങ്ക് യു അങ്കിൾ. എന്തിനാ മോളെ? ജെമിനിയെ സേവ് ചെയ്തേന്. Shall I shake hands with you? അതിനെന്താ കൊടുക്കൈ. Thank you uncle. Okay, thank you. പോട്ടെ അപ്പു. Bye ദീപു. അമ്മോട് പറഞ്ഞോ. ആ. അപ്പോ ഉണ്ട്. മോർണിംഗ് അപ്പു. ഗുഡ് ഡേ. എന്തിനാ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ? നല്ല വക്കീലിനെ വെക്കാൻ അച്ഛന് കാശില്ലാണ്ടല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇതുപോലെ ഇൻസൾട്ട് ചെയ്തേനെ. ഇല്ല, കാശുണ്ടെങ്കിലും അച്ഛൻ ഇങ്ങനെയും ചെയ്യില്ല. എന്തിനാ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കുന്നേ? എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞ എന്റെ കൂട്ടുകാരനെ കളിയാക്കും. വേണ്ട അമ്മേ, വേണ്ട. എനിക്ക് രഘുമാമ ഇഷ്ടല്ല. I hate him. I don't like him. അപ്പു, I hate him. I hate him. തിരക്കുണ്ടോ? കോടതിയിൽ അത്രയ്ക്കൊരു ഹരാസ്മെന്റ് ഞാൻ ആഗ്രഹിച്ചതല്ല. വക്കീലന്മാർക്ക് അവരുടെ കേസ് ജയിക്കണ്ടേ? അതിനവരോരോന്ന് പറയും. അതൊന്നും കാര്യാക്കണ്ട. അതല്ല, കൗണ്ടർ ക്രോസിംഗിൽ രാജേട്ടന്റെ വക്കീൽ എന്നെ ഉപദ്രവിച്ചില്ല, അപമാനിച്ചില്ല. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? വ്യക്തിപരമായി ഹരാസി എന്ന് പറഞ്ഞ ഞാൻ ആരെ ഹരാസിയെന്ന്? എന്റെ അപ്പൂന്റെ അമ്മ. സാധാരണ രീതിയിലുള്ള ബഹളങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു ഞാൻ വക്കീലിനോട്. പിരിയാനാണ് തീരുമാനം. എങ്കിൽ പിന്നെ കഴിയുന്നത്ര മുറിയാതെ, മുറിപ്പെടുത്താതെ കോടതിയിൽ വെച്ച് അപ്പു ബഹളം ഉണ്ടാക്കി ഒന്നും കാര്യാക്കണ്ട. അപ്പോഴത്തെ എന്റെ ശ്വാസം മുട്ടൽ കണ്ടപ്പോ അവന് അതിപ്പോ എന്റെ സ്ഥാനത്ത് നന്ദുവായിരുന്നല്ലോ അപ്പു റിയാക്ട് ചെയ്തേനെ. ഞാനത് കാര്യാക്കിയിട്ടില്ല.
എന്നുവെച്ച് രഘു അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ എനിക്ക് പേടിയാ. നമ്മൾ പിരിഞ്ഞേ തീരൂ. അപ്പുവിന്റെ ഭാവി വെൽബീയിങ് അത് മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ. ഒരു ഭർത്താവായോ സുഹൃത്തായോ ഒന്നും ഞാൻ രഘുവിനെ കാണുന്നില്ല. കൊടും ചതിയാ ഞാൻ ചെയ്യുന്നത്. അപ്പോഴൊഴികെ ആരെയും ഒന്നിനെ ഇഷ്ടപ്പെടാൻ കഴിയാത്ത ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുക. രാജേട്ടനറിയാം എന്തിനൊരു തുണ വേണ്ടവളാണ് ഞാൻ. ചില സ്ത്രീകൾ പാതി പറഞ്ഞിട്ട് ബാക്കി പറയാതെ പോയി കളയും. ധൈര്യം കിട്ടില്ല. പക്ഷെ നന്ദു അങ്ങനെയല്ല, പറയും. സ്വന്തം കാര്യം എവിടെയും എപ്പോഴും തുറന്നു പറഞ്ഞ് ജയിച്ചിട്ടുള്ള വലിയൊരു കച്ചവടക്കാരന്റെ മകളാ നന്ദു. അവൾ ആരോടും എന്തും പറയും. 12 അണയുടെ കൊയിനാ ഗുളിക മേടിക്കാൻ ഗതിയില്ലാതെ മലമ്പന് പിടിച്ച അച്ഛന്റെ മോനാ ഞാൻ. 17 രൂപ പലചരക്കയുടെ കടം. കടയിൽ നിന്ന് പറ്റേറിയല, പെരുമഴ, അരും പട്ടിണി. മൂത്ത ഞാനാ. എന്റെ ഇളയത് 2 പെൺകുഞ്ഞുങ്ങളാ, ഇരട്ടകളാ. 6 വയസ്സ്. പിന്നെ അമ്മ. 4 വയറങ്ങനെ വിശന്ന് പൊരിയ. അയലത്തെ പറമ്പിലൊക്കെ കപ്പയും വാഴയും അങ്ങനെ വിളഞ്ഞു നിൽക്കുക. കക്കാനും ഇറക്കാനും തോന്നിയില്ല. നമുക്ക് ചത്തേക്കാടാ മോനെന്ന് അമ്മ പറഞ്ഞപ്പോ വേണമെന്നോ വേണ്ടതോ ഞാൻ പറഞ്ഞില്ല. കിണറ്റ് കയറുകൊണ്ട് പരസ്പരം കെട്ടിയാ പുഴച്ചാടി. ഒഴുക്കത്ത് കരിമ്പാറിലിടിച്ചപ്പോ കെട്ടഴിഞ്ഞു. കൊച്ചമണിയും കുഞ്ചലക്ഷ്മിയും പെരിയാറ്റിലെ കയറ്റി കിടന്ന് കരഞ്ഞ് കറങ്ങി താണുതാണ് പോയപ്പോ രക്ഷിക്കാനുള്ള കരുത്തില്ല ഞങ്ങളേക്ക്. ഇപ്പം കാണുന്ന ഈ ജാടയൊക്കെ പിന്നീട് ബലം പിടിച്ചുണ്ടാക്കിയതാ. വലിയ വിശേഷമൊന്നുമില്ല. പറയേണ്ട കാര്യം നേരെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമില്ല. എങ്ങനെ ഉണ്ടാകാനാ? തച്ചറായി കുഞ്ഞിരാമന്റെ ചോരയല്ലേ. ഇതിന് ഇത്രയൊക്കെയുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. പക്ഷേ സ്വന്തം കാര്യം പറയാനേ വിലക്കുറവുള്ളൂ. നന്ദു പറയാമെന്ന് എന്താന്ന് ഞാൻ പറയട്ടെ. അപ്പൂന് ഞാൻ ഇനി കാണരുത് ഒരിക്കലും. അത് പ്രാക്ടിക്കൽ ആവണമെങ്കിൽ ഞാൻ ഇവിടെ വിട്ടു പോണം എന്നേക്കുമായി. വേണേ കുറച്ച് കാശും തരും. അത് ഞാൻ ഉദ്ദേശിച്ചില്ല. സന്തോഷം. എനിക്ക് ഇത്തിരി കാശ് ഒന്ന് ഒഴിവാക്കാൻ അങ്ങനെ എന്റെ നന്ദുവിന് തോന്നിയില്ലല്ലോ. താങ്ക്സ്. പോയിക്കോളാം. വാക്കാ ഏറിയ ഒരാഴ്ച. അപ്പോ വോളിയം കുറയ്ക്കേ. ഹലോ, ശങ്കർ ഹിയർ. ആരാ? ഉണ്ടല്ലോ. എടാ അപ്പു, നിനക്ക് ഫോൺ. എവിടെ അപ്പു? നന്ദേച്ചിയുടെ മുറിയിൽ. കമ്പറച്ചെറുക്കനോട് ആരാ വിളിക്കുന്നേ? നിന്റെ അമ്മളാ നായര്. ആരാന്നാ പറയണ്ടേ? അപ്പോ അപ്പു എവിടെ നന്ദേച്ചി? ഒരു ഫോണുണ്ട്. അപ്പോ അപ്പു ഇവിടെ ഇല്ലല്ലോ. അവനിവിടെ ഉണ്ടായിരുന്നല്ലോ. തീരെയും വെച്ചിട്ട് ചെക്കനത് എവിടെ പോയി? അപ്പു എവിടെയെന്ന് ഫോൺ എടുക്കണം. അപ്പോ എടാ അപ്പോ അപ്പോ. ഹലോ. അതെ, എവിടെ? സ്ഥലം മനസ്സിലായി. അരുവാ വളവിന് 2 കിലോമീറ്റർ അപ്പുറത്ത്. ഞങ്ങളിതേ പുറപ്പെട്ടു. അരുവാ വളവാണോ? അപ്പൊ തിരക്കൂട്ടണ്ട പക്ഷേ സംഗതി പോസ്റ്റ്മോർട്ടം കേസാ. കുട്ടി ഒറ്റയ്ക്കാണോ? എങ്ങാടാ? പോലീസ് ഹൈവേ പെട്രോളായിരിക്കും. മിനിമം 200 നെറ്റിപ്പ പൊറിക്ക മാറ്റേ. കേറി വാ മക്കളെ, കേറി വാ. ഇറന്ന് തിന്നണവനെ തുറന്നിരുന്ന ബാധ്യ. വണ്ടി നിർത്തണം. എന്താ സാറേ? എന്താ? അപ്പു എവിടാടാ? അപ്പു ദേവരാജ, വേഷം കെട്ട് വേണ്ട. നിന്റെ മകൻ അപ്പു. അവൻ എവിടാന്നാ ചോദിച്ചത്? കേറി നോക്കടോ. സാറേ, എന്റെ മോൻ എന്നാ പറ്റിയെന്നാ പറഞ്ഞേ? അവൻ എവിടെ പോയി? അങ്ങോട്ട് നോക്കടോ. സാർ ഇവിടെയുണ്ട്. സാറേ, അതെന്റെ മോനാ.
ഞാൻ അവനെ കൊണ്ടുപോയെങ്കിൽ തന്നെ അതൊരു തട്ടിക്കൊണ്ടുപോക്കല്ല. പക്ഷെ ഇതെനിക്കറിയില്ല. അവൻ വന്ന് കയറി ഞാൻ കണ്ടില്ല. നായിന്റെ മോനെ. അത് നിന്റെ തന്ത. എറാ കൈ. ജോർജ് ജോർജ് വിട്ടല്ലോ. ഇതേ എന്റെ കുടുംബകാര്യ. ഇതിനിടെ കയറി മെഴുകാറുണ്ടല്ലോ. മറ്റേ മോനെ കൊന്നുകളോ ഞാൻ. അവൻ എന്തിനാ വീട്ടിൽ നിന്ന് ഓടിപ്പോന്നു? അവൻ എപ്പോഴാ വണ്ടി വന്ന് കയറി? അറിയില്ല. അവൻ പേടിച്ചോടി വന്ന ലക്ഷണമുണ്ട്. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മുടെ അപ്പം അങ്ങനെ ചെയ്യില്ല. എന്താ സംഗതി എന്ന് ചോദിച്ചറിഞ്ഞോ? ഇല്ല. അറിയണം. അത് കണ്ടോ, ആ ഒരു മുറിയിൽ മാത്രമേ വെട്ടുള്ളൂ. അമ്മയും മോനും വെട്ടത്തില്, നമ്മൾ ഇരുട്ടിലും. അത് പോരാ കുട്ടാ. നിന്റെ ഒരു പരിചയക്കാരനുണ്ടല്ലോ, പിശാചിന്റെ വേറൊരുത്തൻ കാശ് കൊടുത്ത ആളെ കൊല്ലുന്നവൻ. അവനോ? ഉടനെ വേണ്ട. നിൽക്ക കേളിക്ക് അച്ഛൻ്റെ ഒരു ക്ലൂ ഇട്ട് തന്നു എന്ന് മാത്രം മതി. അച്ഛൻ ആരെയും കൊന്നിട്ടില്ല. മുത്തശ്ശനെ കൊന്നത് അച്ഛനല്ല. ഇതൊന്നും നീ ഇന്ന് ചെയ്തതിന് എക്സ്ക്യൂസ് അല്ല അപ്പോ. അമ്മ ചെയ്യാൻ പോകുന്നതിന് എന്താ എക്സ്ക്യൂസ്? വേറെ എന്തൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു നിന്നെ? ആര്? നിന്റെ അച്ഛൻ. അച്ഛനല്ല പഠിപ്പിച്ചത്, മുത്തശ്ശിയാണ്. യുവർ മദർ. അമ്മ എന്തു പറഞ്ഞു? മുത്തശ്ശനെ കൊന്നത് രഘുമാമനാണെന്ന്. വല്യമ്മാവനുണ്ട്. അപ്പോ കള്ളം പറയരുത്. വർഷങ്ങളായി അമ്മ സംസാരിച്ചിട്ടില്ല. ആദ്യ മയക്കത്തിൽ സംസാരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മുത്തശ്ശി കരയും. മുത്തശ്ശി തനിയെ സംസാരിക്കുന്നത് ഒരിക്കൽ വല്യമ്മാവൻ കേട്ടു. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ആ ചട്ടനന്ന് മുത്തശ്ശിയെ കൊന്നേനെ. അമ്മ അവരൊന്നും ചെയ്യില്ല. അമ്മ പണക്കാരിയല്ല, പക്ഷെ എന്നെ കൊല്ലും. വേണ്ട. ഞാൻ ആരെയാ വിശ്വസിക്കേണ്ടത് അമ്മേ? എന്താ ചെയ്യേണ്ടത്? എല്ലാവരും തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ അപ്പ പറഞ്ഞത് സത്യമാണോ? ആണോ അമ്മേ? സത്യമാണെങ്കിൽ അമ്മ എങ്ങനെ അതറിഞ്ഞു? മരിക്കുന്നതിന് മുൻപ് അച്ഛൻ വല്ലതും പറഞ്ഞിരുന്നോ? അമ്മേ, എന്റെ എന്നോട് മാത്രം ഇതുവരെ ഒന്നും പറയാഞ്ഞത്? എന്റെ ജീവിതം തകർന്നടിയുന്നത് അമ്മ കാണുന്നില്ലേ? ഞാൻ കൂടുതൽ നാശത്തിലേക്കാണ് നടക്കുന്നത്. രഘു ആണോ അച്ഛനെ? ആണോ അമ്മേ? ആണോ? എന്താടാ? വല്ലാത്തൊരു കാറ്റേ.
ബുദ്ധിയുള്ള കുട്ടിയാണ്. ഹൂ ഈസ് ഹൂ അത് എളുപ്പം മനസ്സിലാക്കുന്ന ആളാണ്. വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നന്ദു ദേവരാജനെ ഉപേക്ഷിക്കുമായിരുന്നു. അപ്പുവിന് ദേവരാജനെ വലിയ ഇഷ്ടമാണ്. അതേ ഇഷ്ടം അമ്മയോടും ഉണ്ട്. നന്ദു നല്ല അമ്മയാണെന്ന് അപ്പുവിനറിയാം. എന്നിട്ടും അമ്മ ദേവരാജനെ പിരിയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ അപ്പു? അതെന്താ അപ്പു ആലോചിക്കാത്തത്? ദേവരാജൻ ഒരു നല്ല അച്ഛനല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അവന്റെ പശ്ചാത്തലം നീ ഓർക്കണം. ഓർഫനേജ്, സെൻട്രൽ ജയിൽ, ഗുണ്ടായിസം, അടിപിടി. ഓക്കെ, ഇപ്പോഴത്തെ ദേവരാജൻ നല്ല ആളായിരിക്കാം. പക്ഷേ അമ്മയില്ലാതെ ഒറ്റയ്ക്ക് അത്ര ഒരാളോടെ താമസിക്കാന്ന് വെച്ചാൽ അതൊരു സേഫാണോ അപ്പു? ദേവരാജന്റെ പഴയ ഏതെങ്കിലും കേസുകൾ പൊങ്ങി വന്നാൽ അവൻ വീണ്ടും ജയിലിലായാൽ നീ എന്ത് ചെയ്യും? മടങ്ങി വന്നാലും നന്ദു നിന്നെ സ്വീകരിക്കും. പക്ഷേ രഘു എതിർത്താൽ നന്ദുവിന് ഒരിക്കലും നിന്നെ രക്ഷിക്കാനാവില്ല. രഘുമാമൻ എന്നെ കൊന്നാലോ? രഘുമാമൻ എന്നെ കൊല്ലും ഉറപ്പാ. അമ്മ രക്ഷിക്കൂ എന്നെ? അതോ ഞാനൊന്ന് ഫോൺ ചെയ്താലുടൻ ഫാദർ ഓടി വന്ന് എന്നെ രക്ഷിക്കോ? അപ്പോ ഭ്രാന്ത് പറയാതെ. അച്ഛൻ കേട്ടില്ലേ? ഇതാണിവൻ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു ഉപദേശവും തരാനില്ലേ അച്ഛന്? രഘുമാമനെ കല്യാണം കഴിക്കേണ്ട എന്നൊരു ഉപദേശം തന്നാ അമ്മ അതനുസരിക്കോ? അപ്പു മതി, ഇനി വന്നേ പറയട്ടെ. വേണ്ട, എന്നെ രക്ഷിക്കാൻ ഫാദറെങ്കിലും ഉണ്ടാവും എന്നാ ഞാൻ കരുതിയത്. ഞാൻ അത്ര സീരിയസ് ആയി ഫോണിലൂടെ പറഞ്ഞൊന്നും ഫാദർ വിശ്വസിച്ചില്ലല്ലോ. അപ്പു അപ്പ വിളിച്ചിരുന്നോ? അവനങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കും. ഇന്നലെ വിളിച്ചിരുന്നോ? വിളിച്ചെന്നേ, ചുമ്മാ. വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ. നന്ദു, ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾ, പ്രത്യേകിച്ച് അപ്പുവിനെ പോലെ ലേശം മദർ അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികൾ, അമ്മയ്ക്കും തനിക്കുമിടയിൽ മറ്റൊരു പുരുഷനെ അംഗീകരിക്കില്ല. ചില കുഞ്ഞുങ്ങള് സ്വന്തം അച്ഛനെ പോലും അംഗീകരിക്കില്ല. പക്ഷെ അപ്പുവിന് ദേവരാജനെ വലിയ ഇഷ്ടമാ. എന്നാൽ രഘു അതൊരു പ്രശ്നം തന്നെയാ. ആ അനിഷ്ടം നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. നന്ദു ഏതായാലും പുനർവിവാഹത്തിന് തീരുമാനിച്ചു. അതിന്റെ തെറ്റും ശരിയും വിവേചിക്കാൻ ഞാൻ ആളല്ല. തന്നെയുമല്ല, ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് നന്ദു എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചതുമില്ല. അല്ല, അങ്ങനെ ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും തീരുമാനിച്ചു. ഇനി അതിന്റെ സുഗമമായ നടത്തിപ്പാണ് നമുക്ക് ആവശ്യം. അപ്പുവിന്റെ റിവോൾട്ടിംഗ് ആറ്റിറ്റ്യൂഡ് നന്ദുവിന് ഒരു നിത്യ തലവേദനയായിരിക്കും. അവന്റെ പ്രതിഷേധം ഇല്ലാതാക്കാൻ ഒരു വഴിയുണ്ട്. ദേവരാജനെ പരിപൂർണമായും അപ്പുവിൽ നിന്നും അകറ്റുക. അത് സാധിക്കില്ല. സാധിച്ചല്ലേ പറ്റൂ. ആ കാര്യം ഞാൻ ഏറ്റു. അപ്പുവിന്റെ ഫോൺ വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. പോട്ടെ നന്ദു, ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ചണ്ടിപ്പണ്ടാരൊക്കെ കെട്ടിപ്പെറുക്കാൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നേ. ദേവരാജന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് സ്ഥലം വിടണം. എങ്ങോട്ട്? തൽക്കാലം എന്റെ ഓർഫനേജിലേക്ക്, അവിടുന്ന് പിന്നെ എങ്ങോട്ടെങ്കിലും. ഏതായാലും നന്ദു ഇനി അവനെ കാണില്ല ഒരിക്കലും. നാട് വിട്ടു പോണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനാ പറഞ്ഞത്. തൽക്കാലം അപ്പു ഇതൊന്നും അറിയണ്ട. രാജേട്ടനെ കാണാതെ വരുമ്പോ അവ സംശയിക്കില്ലേ? എന്ത് സംശയിക്കാൻ? എവിടെയോ പോയി. കുറച്ചു കാലത്തേക്കൊരു വിഷമം കാണും. പിന്നെ അവൻ ദേവരാജനെ മറക്കും. അത് വലിയ കാര്യമൊന്നുമല്ല നന്ദു. നന്ദുവിന് നല്ലതേ വരും. ഞാൻ പ്രാർത്ഥിക്കാം. വരട്ടെ. നമ്മുടെ പോക്ക് ഒരു പോക്കല്ല മോനെ. വെറും ടെമ്പററി. ചെറിയൊരു വിരഹം അത് സ്നേഹം വർദ്ധിപ്പിക്കും. നീ ഇവിടുന്ന് പോയാൽ നന്ദുവിന് വിവാഹം നടക്കില്ല. നിന്റെ സാന്നിധ്യം ഇല്ലാതായാൽ രഘുവിനെ കുറിച്ചുള്ള അവളുടെ ഭയം ഇരട്ടിക്കും. നന്ദുവിന് യഥാർത്ഥത്തിൽ രഘുവിനെ ഇഷ്ടമായിരുന്നെങ്കിൽ അവർ വിവാഹം എന്നെ നടന്നേനെ ദേവരാജ. നീ അകത്ത് കിടന്ന കാലത്ത് അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയാമായിരുന്നു. പക്ഷെ നന്ദു അടുപ്പിച്ചില്ല. കാര്യങ്ങളൊക്കെ എന്റെ കണക്കുകൂട്ടൽ പോലെ നടന്നാൽ അവൾ വീണ്ടും നിന്റേതാകും. വെപ്രാളം വേണ്ട. കാലക്രമത്തിൽ മതി. എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാകത്തില്ല. എടാ, കുരുട്ടുബുദ്ധിക്ക് ഡോക്ടറേറ്റ് എടുത്ത കാട്ടൂക്കാരൻ അന്തോണിയാണ് എന്റെ തന്ത.
ആ റേഞ്ചിൽ അച്ചറായി കുഞ്ഞിരാമന് വരില്ല മോനെ. മോൻ പോ. ഒരു സാധാരണ വിശ്വാസിക്ക് വട്ട് വന്ന ഗുളി കൊടുക്കാം. ഇതിപ്പോ കത്തനാർക്കാ പിരി പോയത്. എടാ പോടാ. നീ എന്താ രാവിലെ വരാന്ന് പറഞ്ഞിട്ട്? അച്ചു, യാതൊരു ഉറപ്പും ഗ്യാരണ്ടി ഇല്ലാത്തൊരു യാത്ര പോവാ ഞാൻ. നീ പ്രാരാബ്ധക്കാരനാണ്, ഒരു കുടുംബം നടത്താൻ ചുമതലപ്പെട്ടവനാണ്. ഇനി എന്റെ കൂട്ട് നിനക്ക് ശരിയാകല. ഇത് വെച്ചോ, എന്തെങ്കിലും ഒന്ന് ആകുന്നവരൊന്ന് പിടിച്ചേക്കാനാ. എടാ ഇത് നിന്റെ കാശ് തന്നെടാ. നീ കത്തനാരും കൂടെ ആ ജമിനിയുടെ മാനേജരെ പറ്റിച്ചുണ്ടാക്കിയ കാശ്. എനിക്കൊരു ഗതി ഉണ്ടാകുമ്പോൾ നിന്നെ വിളിക്കാം. ചെല്ലു. ആശാനെ കാണണമെങ്കിൽ എന്നെ വിളിക്കണ്ട, മനസ്സിൽ വിചാരിച്ചാൽ മതി. ഈ അച്ഛൻ അവിടെ ഉണ്ടാവും. പിടിക്കവനെ. ഇവനെ നോക്കണേ, ഞാൻ അവനിട്ട് 2 കൊടുത്തിട്ട് വരാം. പ്ലീസ് 2 കൊടുത്തിട്ട് ക്ഷമിച്ചാ മതി അച്ഛാ. ആ വിത്ത് ഗുണം 10 ഗുണം. ദേവരാജു,
എന്നാ പിന്നെ നീറ്റ് ആയിക്കോട്ടെ. നിർത്തണ നിർത്തണ. അങ്ങോട്ട് മാറാം, ഞാൻ കാണട്ടെ. പിന്നോടിക്കണം. കലക്കി. മറിച്ചോ, എന്തുവാടാ? നമ്മളിവിടെ എത്താൻ 2 മണിക്കൂർ വൈകിന്ന് വെക്കാം. വെച്ചു. കാശ് കിട്ടിയില്ല എന്ന് വെക്കാം. ആ ജമിനിയെ പറ്റിക്കാൻ പറ്റില്ല എന്ന് കൂടി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഉച്ചയൂണ് എങ്ങനെ നടക്കും? മോനെ ദേവരാജോ, 24 കൊല്ലമായിട്ട് ഇവിടെ ഊണ് മുടങ്ങിയിട്ടില്ല. 10,000 സ്റ്റോക്ക് ഉണ്ടായിട്ടല്ല, ഒടേതമ്പുരാന്റെ കലവറയിൽ ഇഷ്ടം പോലെ അരിയും ഗോതമ്പും ഉണ്ട്. നീ പാട്ടും കൂത്തും തുടങ്ങിയപ്പോഴേ എനിക്ക് നെഞ്ചിടിക്കാൻ തുടങ്ങി. അടുപ്പേ വെള്ളം തിളയ്ക്കാന്ന് എനിക്കറിയാം. ഇന്ന് വെള്ളിയാഴ്ചയാ. ഇന്നലത്തെ അത്താഴത്തോടെ അരിയുടെ സ്റ്റോക്ക് തീർന്നു. ആ കണക്ക് മാത്രം എനിക്ക് നല്ല ഓർമ്മയാ. ഡേയ്, ആ പാത്രങ്ങളെ വീടാ. അവസരപ്പ്, നീ എന്നാ പண்றே? എന്നാ ഒരു കട്ടറുണ്ടിക്ക്. ആഹാ, അപ്പു നല്ല ഉറക്കമാണല്ലോ. പിന്നെ എടാ വേ, ഇവിടെ അടുത്ത് പള്ളി വക ഒരു സ്കൂളുണ്ട്. സിലബസ് എല്ലാം CBSE തന്നെ, പക്ഷേ നിലവാരം പോരാ. നിലവാരം എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഉടനെ ഒരു ജോലി കിട്ടണം. ഇവിടത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്തിനും ഞാൻ റെഡി, പക്ഷെ കാശ് കിട്ടണം. ഞാൻ അതല്ല ആലോചിക്കുന്നത്. രഘുവിനെ സംബന്ധിച്ച് ഒരു മർഡർ വിറ്റ്നസ് ആണ് അപ്പു. അവൻ ചെയ്ത കൊലയുടെ ഏക സാക്ഷി. രഘു തേടി വന്നാലോ? വരില്ല. എന്നാ ഉറപ്പ്? പണത്തിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യില്ലെന്ന് അവനറിയാം. പക്ഷെ അപ്പൂനെ തൊട്ട് കളിച്ചാൽ കളി മാറും, അതും അവനറിയാം. പോയവർ ആ വഴി പോട്ടെ, അവരെ ഫോളോ ചെയ്ത് പൊല്ലാപ്പുണ്ടാക്കാൻ മാത്രം വിട്ടിയല്ല രഘു. പക്ഷെ ബേസിക്കലി ഭീരുവാണ്. തന്നെയുമല്ല, നന്ദു അവിടെ നിൽക്കുന്നു. അവളെ തനിച്ച് കിട്ടുന്നതല്ലേ അവന് ലാഭം. അല്ല, കിട്ടിയാൽ ലാഭമാണ്, പക്ഷെ കിട്ടുവോ? വറീച്ചൻ അന്ന് പറഞ്ഞപ്പോ ഞാനത് അത്ര വിശ്വസിച്ചില്ല. പക്ഷെ ഇന്നെനിക്ക് ഉറപ്പാ, നന്ദുവിന് അവന് കിട്ടുകയില്ല ഒരു കാലത്തും. അല്ലെങ്കിലും കൊലച്ചതിയിൽ എന്റെ ഇറക്കം ചെയ്തത് ശരിക്കും പേടി തട്ടി കാണും. സ്വന്തം തള്ള ചത്ത് കിടക്കുന്ന ആ പെണ്ണ് നേരിട്ട് കാണുകയല്ലേ? പക്ഷേ അതൊരു കൊലപാതകമായിട്ടൊന്നും ആരും സംശയിക്കില്ല. വർഷങ്ങളായിട്ട് വായു വലിച്ചു കിടന്ന ഒരു തള്ള ചത്തു, സ്വാഭാവികം. നിന്ന നിലയിൽ നന്ദു രഘുവിനെതിരായിട്ട് തിരിയൊന്നുമില്ല. പക്ഷേ വറീച്ചൻ പറഞ്ഞതുപോലെ അപ്പു വെച്ചുകൊടുത്ത പാരയുടെ മുള പതുക്കെ കറക്റ്റ്. സംശയം, ഭയം അത് വളരും. വിത്തിൻ 1 ഇയർ രഘു പുറത്താവുന്നത് ഉറപ്പാ. ചട്ടനും അതോ ഗതി. ഉണ്ടായിരുന്ന പോലീസ് പണിയും കളഞ്ഞു കുളിച്ച് ഇത്രയും കാലം മുതലാളി കളിച്ച് നടന്നു. ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അവൻ നന്ദുവിനെ അപായപ്പെടുത്തിയാലോ? ഇല്ല, അവനൊന്നും ചെയ്യില്ല. അപ്പും ദേവരാജനും മിസ്സിംഗ് ആണെന്നേ ഉള്ളൂ, ചത്തിട്ടില്ല. നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും തന്റെ മോനും ചാടി വീഴുമെന്ന് അവനറിയാം. അവൻ അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ. ഞങ്ങള് കാണാൻ പറയത്ത, പക്ഷെ ഞങ്ങൾക്ക് രഘുവിനെ കാണാം. നീ ഇവിടെ കാണുമെന്ന് രഘു ഊഹിച്ചാലോ? ഒരു സിമ്പിൾ ലോജിക്. അത് ഞങ്ങളിവിടെ ഇല്ലല്ലോ. നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. നന്ദു രഘുവിനെ സംശയിച്ച് ഭയന്ന് ഉടക്കി അടിച്ച് പിരിഞ്ഞു വരാൻ മിനിമം 6 months to 1 year എടുക്കും. അതിനുള്ളിൽ ഞങ്ങൾ ഇവിടെ സ്ഥലം വിടും. ദിസ് ഈസ് ഓൺലി എ ടെമ്പററി സെറ്റിൽമെന്റ് പറയിച്ചാ. അല്ല, നീ എങ്ങോട്ടാ പോകുന്നേ? സ്ഥലമൊന്നും തീരുമാനിച്ചിട്ടില്ല.
അത് ഈ പ്രദേശത്ത് നിന്ന് കിട്ടുന്ന ചിക്കിലിയുടെ ബലം പോലെ ഇരിക്കും. ആം, ഒരു പുരോഹിതൻ എത്ര ശ്രമിച്ചാലും ഒരു പക്കാ ക്രിമിനലിന്റെ ലെവലിലേക്ക് ഉയരാൻ പറ്റില്ല പറയിച്ച. എന്നാലും വെറുതെ ശ്രമിച്ച സമയം കളയണ്ട. ഞാൻ ഈ പാണ്ടിക്കാരന്റെ മില്ലൊരു പണി കിട്ടുമെന്ന് നോക്കട്ടെ. ശരി ശരി. Saturday, sharp 10 a.m. Damn punctual bastard. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ എം ദേവരാജൻ. ക്യാൻ ഐ മീറ്റ് യുവർ MD ആ പ്ലീസ്? ക്രെയിൻ ലോറിയിൽ വന്ന ആളാണോ? അതെ. ഗുഡ് മോർണിംഗ്. വരൂ, MD വെയിറ്റ് ചെയ്യണം. Welcome, welcome. I am Williams. Good morning to you, Mr. No. ആ പേര് ഞാൻ വിളിക്കില്ല. I know, it's a nickname. See, ഇനി അങ്ങോട്ട് we are friends. So, ഒരു വട്ടപ്പേര് വേണ്ട. By the way, what's your real name? ശരിയായ പേര് അത് തന്നെ. Hey, I don't believe. അത് തന്നെയാണ് സാർ. ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. Central Jail. Sit down, please. I'm sorry, sir. I appreciate your punctuality. സമയത്തിന്റെ വില അറിയാവുന്നയാൾ, ആയുസ് കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്നയാൾ. I am a little nervous. സത്യം പറയാമല്ലോ, this is the first time in my whole life I am talking to a hired killer. വാടക കൊലയാളി. പണം, I will not bargain. But ആള് വിശ്വസ്തനായിരിക്കും. അത് മാത്രമേ ഞാൻ അവനോട് ആവശ്യപ്പെട്ടുള്ളൂ. He chose the right man. Dracula, the prince of darkness. അന്ധകാരത്തിന്റെ രാജകുമാരൻ. എനിക്ക് തന്റെ ഈ അറ്റയർ ഇഷ്ടപ്പെട്ടുള്ളൂ. Can I fix a drink? എനിക്കും വേണം ഒരു വിറ്റലൈസർ. കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങണമെങ്കിൽ രണ്ടെണ്ണം അടിക്കണോടൂ. താങ്ക് യു സർ. സാറ് പറഞ്ഞ സമയത്ത് ഞാൻ വന്നു, കണ്ടു, പരിചയപ്പെട്ടു. ഐ എം സാറ്റിസ്ഫൈഡ്. ബാക്കി ഡീറ്റെയിൽസ് നാളെ സംസാരിച്ചാലോ? Why? ബിക്കോസ് യു ആർ അപ്സെറ്റ്. ടേക്ക് റെസ്റ്റ്. നാളെ നമ്മൾ വീണ്ടും കാണുമ്പോഴേക്കും നമ്മൾ പരിചയക്കാരായിട്ടുണ്ടാവും. അപ്പൊ ഈ വെപ്രാളമൊക്കെ മാറും. Oh, okay. Time? 10 AM. Where do you stay? None of your business. സിസ്റ്ററെ, അപ്പു മരിച്ചനൊക്കെ ഇവിടെ? ദേവരാജ് സാർ പോയ പിറകെ അപ്പു ഒന്ന് ഛർദിച്ചു. അത് സാരമില്ല, യാത്രയുടെയാ. പോകുന്ന വഴിക്ക് കണ്ണി കണ്ടതൊക്കെ വലിച്ചു വാരി തിന്നപ്പോഴേ ഞാൻ പറഞ്ഞ ഞാനൊക്കെടാ. അതെ, അതാ അച്ഛനും പറഞ്ഞ. ഞങ്ങൾ ഇച്ചിരി ഇഞ്ചിനീര് ഇടിച്ചു പിഴിഞ്ഞു കൊടുത്തു. അത് കുടിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ഊണൊഴിക്കാൻ വിളിച്ചപ്പോ വീണ്ടും ഒന്നുകൂടി ഛർദിച്ചു. അതിലൊരിത്തിരി എന്നതാ സിസ്റ്ററെ? ഇത്തിരി ബ്ലഡ് ചേഞ്ച് ഉണ്ടായിരുന്നു. ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരിക്കും എന്ന് അച്ഛൻ പറഞ്ഞേ. അപ്പൂന് ടോൺസിലൈറ്റിസ് ഉണ്ടായിരുന്നോ? ICU എവിടെ? ദേവരാജ, നീ എന്തോ നീ കാണിക്കുന്നത്? എന്നാ പറയിച്ച എന്റെ കുഞ്ഞിന് എന്നാ പറ്റി? പതുക്കെ പറയാം, ഡോക്ടർ ഒന്ന് വന്നോട്ടെ. നീ കിടന്ന് വെപ്രാളപ്പെടാതെ. കുട്ടിയുടെ ഫാദറാ ഡോക്ടർ നിസാർ. പ്ലീസ് കം വിത്ത് മീ. ചെല്ലേ. ദേവരാജിന്റെ വീട് കേരളത്തിലായ സ്ഥിതിക്ക് ട്രീറ്റ്മെന്റിന് ഇവിടെ സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല. ബട്ട് യു ആർ അലോൺ ഹിയർ. കുട്ടിക്ക് അടുപ്പമുള്ള ആരെങ്കിലും കൂടെ വേണം സഹായത്തിന്. സി, ആസ് എ പ്രൊഫഷണൽ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് കള്ളം പറയാറില്ല. സ്ഥിതി അല്പം മോശമാണ്. ഇൻക്യൂറബിൾ എന്ന് ഞാൻ പറഞ്ഞില്ല. There are treatments. It's better that you go to the RCC, Trivandrum. ഹോസ്പിറ്റലിന്റെ പേര് കേട്ട് ഭയപ്പെടണ്ട. മെഡിസിൻസ്, മോഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എല്ലാം ഡേ ബൈ ഡേ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുവിനെ സംബന്ധിച്ച് നോക്കിയാൽ ബയോപ്സി പോലുള്ള ഡീറ്റെയിൽ ടെസ്റ്റ് ഒന്നും നടന്നിട്ടില്ല. എങ്കിലും എൻ്റെ ഒരു ഫസ്റ്റ് ഒബ്സർവേഷൻ പറഞ്ഞ ചാൻസസ് ആർ ഹൈ, വെരി ഹൈ. ഭേദപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. How much? I beg your pardon? അപ്പു രക്ഷപ്പെടാനുള്ള ചാൻസസ് എത്രയാണെന്ന്? എത്ര %? ദേവരാജ,
ആയുസിന്റെ കണക്കാ നീ ഡോക്ടറോട് ചോദിക്കുന്നത്? ഇതൊക്കെ അവരുടെ കയ്യിലാണോ? ഡോക്ടർ പറയട്ടെ. 50-50. ഞാൻ ഒരുപാട് ആലോചിച്ചു. നിനക്ക് പിടിക്കലെന്ന് വെച്ച് പറയേണ്ടത് പറയാതിരുന്നാൽ ശരിയാവില്ല. അപ്പുവിന് വേണ്ടിയല്ലേ? മോശപ്പെട്ട ഒന്നും അറിയിച്ചാൻ പറയില്ലെന്നറിയാം. ഇതിത്തിരി മോശപ്പെട്ടതാണ് എന്ന് നിനക്ക് തോന്നാം. പക്ഷെ എനിക്കങ്ങനെ തോന്നാത്തത് കൊണ്ടാണ് പറയുന്നത്. നന്ദുവിന് വിവരം അറിയിക്കണം. നന്ദു വരട്ടെ, ഇത് അവളുടെയും കുഞ്ഞല്ലേ. ഡോക്ടറോട് ഞാൻ ചോദിച്ചു. RCCയിലെ ചികിത്സക്കെല്ലാം കൂടി മിനിമം 2-3 ലക്ഷം രൂപ വരും. അത് മിനിമം. കാര്യത്തിലെടുക്കുമ്പോൾ തുക കൂടാ. ഇനി മിനിമത്തിൽ നിന്നാലും അതിന് കാശെവിടെ? എന്നെയും നിന്നെയും കണ്ടിട്ട് അദ്ദേഹം RCC സജസ്റ്റ് ചെയ്തത്. കൈ കാശുണ്ടെങ്കിൽ ഈ രോഗത്തിന് വിദേശ ചികിത്സയാണ് നല്ലത്. ദേവരാജ ധർമാശുപത്രി കിടക്കണവനല്ല അപ്പു. ഹീസ് റിച്ച്. കോടീശ്വരയായ അമ്മയുടെ ഏക മകൻ, മാധവൻ തമ്പിയുടെ കൊച്ചുമോൻ. പാങ്ക്രിയാസിലൊരു ചെറിയ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ സായിപ്പിനത് പുല്ല. ചുമ്മാ ഒരു മുള്ളെടുത്ത് മാറ്റുന്ന പണിയേ ഉള്ളൂ അവർക്ക്. പക്ഷെ ചക്രം വേണം. അത് നിന്റെ കയ്യിലില്ല, എന്റെ കയ്യിലുമില്ല. എന്നാൽ നന്ദുവിന്റെ കയ്യിലുണ്ട്. ദേവരാജ, നമ്മുടെ അപ്പ് രക്ഷപ്പെടാനുള്ള ചാൻസ് 50-50 അല്ല, 100% ആണ്. നീയായിട്ട് അതിന് ഇടങ്കോൽ ഉണ്ടാക്കരുത്. അവള് കൊണ്ടുപോട്ടെ അവിടെ കൊച്ചിനെ. അവൻ ആയുസോടെ ഇരിക്കുന്നത് നമുക്ക് ദൂരെ നിന്നെങ്കിലും കാണാമല്ലോ. അച്ഛൻ ആലോചിക്കുന്നതിന് മുമ്പേ ഞാനത് മനസ്സിൽ ഉറപ്പിച്ച കാര്യ. പക്ഷേ കണ്ടീഷൻസ് വെക്കാതെ ദേവരാജ, ഞാൻ ഇപ്പൊ തന്നെ നന്ദുവിനെ വിളിക്കാം. നന്ദുവിനെ വിളിക്കണം. വിളിക്കുന്ന വരീച്ചന്ദ്രന്റെ ആകം വേണം. നന്ദു വരും. അപ്പുവിനെ കൊണ്ടുപോകും. ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സ അവന് കൊടുക്കും. അപ്പുവിനെ നമുക്ക് ജീവനോട് കിട്ടുകയും ചെയ്യും. മതി. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ജോലി ചെയ്തു തീർക്കാനുണ്ട്. എന്താ? സാധാരണ ജോലിയല്ല, ഒരു തന്തയുടെ കടമ. ചട്ടനും മോനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഏത് ഡോക്ടർ ആയുസ് നീട്ടിട്ട് കൊടുത്താലും അപ്പൂന് എന്ത് പ്രയോജനം അറിയിച്ച? മർഡർ വിറ്റ്നസ് ആണ് അവൻ. കൊന്നുകളയവര്. എനിക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ലോറി വിറ്റും ഡോക്ടർമാരുടെ കാല് പിടിച്ചും സാമ്പിൾ മരുന്ന് കൊടുത്തും പാതി മുക്കാലുമായിട്ട് എന്റെ മോനെ കൊല്ലുക. എന്നിട്ട് എന്റെ മകൻ എന്റെ കൈ കിടന്നാണ് മരിച്ചെന്ന് സെന്റിമെന്റ്സ് പറയുക. ഏതാ രണ്ടാമത്തെ ഓപ്ഷൻ? രണ്ടാമത്തെ ഓപ്ഷൻ അല്ല, ഡിസിഷനാ. എന്താ അത്? ചട്ടനെ മോനെ ഞാൻ കൊല്ലും. 2 ചത്തെന്ന് ഉറപ്പായ ഞാൻ വറീച്ചനെ വിളിക്കും. എന്റെ സ്ഥാനത്ത് നിന്ന് ബാക്കിയെല്ലാം ചെയ്ത് തീർത്തേക്കണം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ മരിക്കുന്നത് ബിബ്ലിക്കലല്ലേ വറീച്ച? അതിലെന്താ തെറ്റ്? സംസാരിച്ചത് മതി. നീ ഇപ്പൊ ദേവരാജനല്ല, ഡ്രാക്കുളയാ. പഴയ ഡ്രാക്കുള ദേവരാജൻ. He chose the right man. Dracula, the prince of darkness. അന്ധകാരത്തിന്റെ രാജകുമാരൻ. ഞാൻ കൊന്നില്ലെങ്കിലും മറ്റാരെങ്കിലും അത് ചെയ്യും. ആ പണം വാങ്ങി അപ്പനെ രക്ഷിക്കുന്നതിൽ എന്താ തെറ്റ്? ഡ്രാക്കുള, ദി പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. ആ പണം ഒരു തെറ്റാണോ റീച്ച? ഏത് പണം? 2 lakhs അഡ്വാൻസ്, ബാക്കി 3 lakhs ജോലി കഴിഞ്ഞ്. അവളുടെ മരണം ഡോക്ടേഴ്സ് സ്ഥിരീകരിക്കണം. റിഗർ മോർട്ടിസ് ബിഗിൻസ്. മരണാനന്തര ജീർണത തുടങ്ങിയിരിക്കുന്നു. അത്രയും പറഞ്ഞു കിട്ടിയാൽ മതി. യു ഗോട്ട് ഇറ്റ്? ആരാണ് ഈ അവൾ? അവൾ അതെന്തിനാണ് ഞാൻ തന്നോട് മറച്ചു വെച്ചത്? ഐ എം എ ബ്ലഡി ഫൂൾ. ഷീ ഈസ് മൈ വൈഫ്. പെണ്ണാണെന്ന് വിചാരിച്ച് അതൊരു ഈസി ടാർഗറ്റ് ആണെന്ന് ധരിക്കണ്ട. അതെന്താ, നിങ്ങളുടെ ഭാര്യ കൊമ്പുണ്ടോ? ഏത് കോപ്പിലെ ടാർഗറ്റ് ആയാലും പെണ്ണല്ലേ, നമുക്ക് നിരത്തി കളയാൻ ചേട്ടാ. ഓ, ചേട്ടാന്ന് വിളിച്ച ആശാൻ ഇഷ്ടപ്പെട്ടില്ലല്ലേ? സ്വന്തം ഭാര്യയെ വെടിവെച്ച് കൊല്ലാൻ ഒരു കൊലയാളി ഏൽപ്പിക്കാം. എന്നിട്ടാണ് അവന്റെ മുമ്പിൽ ഒരു ഫാൾസ് പ്രസ്റ്റീജ്. ഒരുപാട് മസിൽ പിടിക്കല ചേട്ടാ. വിട്ടുകള, റിലാക്സ്. ഫണ്ണി ഫെലോ. മൂന്ന് ബുള്ളറ്റോ? ബാക്കി 3 ബുള്ളറ്റ് എവിടെ? ഓ, 3 ആയിരിക്കും മുതലാളി ലക്കി നമ്പർ അല്ലേ? ആയിക്കോട്ടെ. നെയിം ആൻഡ് ഐഡന്റിറ്റി ഓഫ് ദ വിക്ടിം പ്ലീസ്.
മനസാധാനം വേണ്ടിയിരുന്നില്ല. സഹിച്ചല്ലേ പറ്റൂ, സ്ഥലം ഇതായി പോയില്ലേ. ശങ്കർ, നിങ്ങൾക്ക് വില്യംസിനെ കുറിച്ച് എന്തറിയാം? അയാൾ വേണമെന്ന് വെച്ചാ ഐ എം ഓൾറെഡി ഫിനിഷ്ഡ്. വേണമെന്ന് വെക്കാനുള്ള ദുർബുദ്ധി അയാൾക്ക് തോന്നല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഉറവ് പറ്റാത്ത പശുവിനെ എന്തിനു കൊല്ലണം? അങ്ങനെ ആശ്വസിച്ചാണ് ഇപ്പൊ എന്റെ ഉറക്കം. ഈ ഫയൽ ആരെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്തേ പറ്റൂ. നമ്മൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. ഒന്നും നടക്കില്ല. നമ്മൾ പ്ലാൻ ചെയ്ത ആള് പുറപ്പെടുന്നതിന് മുൻപ് 100 പേരറിയും. സിനിമാ താരമല്ലേ, തന്നെ ഒന്നും ചെയ്ത് ശീലമില്ലല്ലോ ശങ്കരൻകുട്ടി. കഥയൊരുത്തൻ, തിരക്കഥ വേറൊരുത്തൻ, സംവിധാനം, ഫോട്ടോഗ്രാഫി, ചപ്പ് ചവറ്, ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോ നേരം വെളുക്കും. അയാൾ അതല്ല. ഹീ നോസ്. കൊള്ളാവുന്ന ഒരുത്തൻ ഇന്നെന്റെ മുറിയിൽ ഒളിച്ചിരിപ്പില്ലെന്ന് എന്താ ഉറപ്പ്? ശിവറാമാണ്. ഹലോ, ഹായ്. യാ വി ജസ്റ്റ് ഓൺ അവേ. I miss you. ശങ്കറിന് ഇപ്പോഴും ജെയിംസ് ബോണ്ട് ഇൻഫ്ലുവൻസാ. ബാത്ത് ടബിനകത്ത്, കട്ടിലിനടിയില്, ബ്യൂറോയുടെ ഉള്ളില്. അതാണല്ലോ ഇയാൻ ഫ്ലെമിംഗ് സ്റ്റൈൽ. ഇപ്പോഴത്തെ രീതി ഇതൊന്നും അല്ല ശങ്കര. നേരെ ഇങ്ങ് വരും. സമയം ശരിയല്ലെങ്കിൽ നമ്മള് പോയി. സിനിക്കൽ ബ്രാറ്റ്സ്. ഞാൻ കേട്ടു. ബ്രാറ്റ്, BRAT, കുരുത്തം കെട്ടത്. ഞാൻ പോവാ. സാന്ദ്ര പോയിക്കോട്ടേന്ന്. പ്ലീസ്. ഞാൻ റൂമിലുണ്ടാവും. God bless you. Be here. Yes, sir. പതുക്കെ. Sir. ഹലോ വില്യംസ്, എന്തായി? പകല് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചു, ആരെയും കണ്ടില്ല. കാണില്ല. നിശാചരനാണ്, ദ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. ജെമിനിക്ക് സംശയമുണ്ട്. സംശയം എന്നെയല്ലേ? യു ആർ സേഫ്. കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ അവൾ എന്നും മിടുക്കിയാണ്. എന്ത് കാര്യം, എല്ലാം അവസാനിക്കാൻ പോവുകയല്ലേ. അത് പോട്ടെ. വാട്ട്സ് യുവർ പ്രോഗ്രാം? ഞാൻ പോകുന്നു. ഉടനെയല്ല, എല്ലാം കഴിഞ്ഞ്. ആളെപ്പോ വരും? വന്നടോ ശങ്കര. എവിടെ? അവിടെ തന്നെ. ടേൺ ലെഫ്റ്റ്. അയ്യോ, ആരാ? എന്റെ മുഖം ഇവിടെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? പക്ഷേ ശങ്കറിന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു. പ്രാരാബ്ധക്കാരനാണ് സർ. ഗതികേടുകൊണ്ടാ ഇത്. കുറച്ച് പണവും കിട്ടും. അതവിടെ പറഞ്ഞാൽ മതി. എവിടെ? കാലക്കെണ്ണി പരിപാടി പൊളിഞ്ഞെന്ന് വെക്കാം, പോലീസ് പിടിക്കും. അപ്പൊ അവിടെ അത്രയ്ക്ക് പേടിയാണ് നമുക്ക് ഈ പരിപാടി വേണ്ടെന്ന് വെച്ചാലോ? പാവം ജീവിച്ചു പോയിക്കോട്ടെ. ജമിനിയുടെ അവിടെ ഒരു കാവൽക്കാരുണ്ടല്ലോ, അടി കൊടുക്കേണ്ട കേസാ. എന്റെ ആളാ സർ. അപ്പൊ തല്ലണ്ട, വിട്ടോ. Stop! Who are you? ദേവരാജൻ? ശങ്കർ സത്യസന്ധനാണ്. വില്യംസിനോടെങ്കിലും. അതയാളാ വില്യംസ്. ഞാനാ. കഴിഞ്ഞു. Sharp 11. You have done it. Yes. Gemini is no more. Thank you very much. തനിക്ക് ബാക്കി പണം വേണ്ടേ? Come back man, come back. ആ സെൽ ഫോൺ എടുക്കാൻ മറക്കണ്ട, അതിൽ എന്റെ നമ്പർ ഉണ്ടാവും. Come back man, come. ശങ്കർ, മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ്. പോയടോ, തന്റെ മാഡം പോയി. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അവളുടെ ആത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കും. ഓക്കെ? വെർ ആർ യു? കം ബാക്ക് മാൻ. തനിക്കെന്താ ഒരു പേടി പോലെ?
ബാക്കി പണം വേണ്ടേ? വേണം. മടങ്ങി വാടൂ. ഐ ഫീൽ അഷേംഡ്. എന്റെ പണം കൊണ്ട് ആളായവനെ പേടിച്ച് ഞാൻ ഓടുന്നു. അവൻ വലിയ രാജവെമ്പാല സ്റ്റൈലില് 2 ലക്ഷം രൂപ നിങ്ങൾക്ക് എറിഞ്ഞു തന്നില്ലേ? അതെന്റെ പണവാ. ആ ഫാക്ടറി, ഓഫീസ് എല്ലാം എന്റെയാ. ഞാനില്ലെങ്കിൽ ഹൗ കുഡ് യു അഫോർഡ് സച്ച് തിങ്സ്? ഹൂസ് ഹി ആഫ്റ്റർ ഓൾ? പെറ്റി മീൻ, വെറും ഒരു ഡൂക്ലി. അതെ, വില്യംസ് അതാണ്. ജെമിനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശങ്കർ പോലെ അവന്റെ ആളല്ലേ. തൽക്കാലം ജെമിനി രക്ഷപ്പെട്ടു. പക്ഷേ യഥാർത്ഥ ഡ്രാക്കുള, ദ റിയൽ കില്ലർ, ഈസ് ഓൺ ഹിസ് വേ. അതാരാണ്? എനിക്കറിയില്ല. ദൈവം നമ്മളെ കൈവിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരമൊരു ഫാൾസ് ഐഡന്റിറ്റി വില്യംസിനെ പോലെ ഒരു ബോൺ ക്രിമിനൽ അങ്ങനെ സംഭവിച്ചുകൂടാത്തതാണ്. പക്ഷെ സംഭവിച്ചു. ജെമിനിക്ക് ജീവൻ തിരിച്ചു കിട്ടി, എനിക്ക് കുറച്ച് പണം. തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ജെമിനി പക്ഷേ ഇപ്പോഴും അവന്റെ റേഞ്ചിനുള്ളിൽ തന്നെയാണ്. ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല, അതാണ് റിയാലിറ്റി. എന്റെ മുമ്പിൽ അഭിനയിച്ചതുപോലെ കൊലയും കൊലയാളിയും എന്തെന്നറിയാത്ത ശിശുവൊന്നുമല്ല വില്യംസ്. ആണോ? ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കോ? പറയൂ. വില്യംസും ജെമിനിയും പലതും പലരോടും മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്കാരോടും ഒന്നും മറയ്ക്കാനില്ല. ഒന്നും അറിയാത്ത പുണ്യാളത്തിലുള്ള പുറകെ കൊലയാളികൾ നടക്കാറില്ല. ഉപ്പ് വാരി തിന്നണമെന്നില്ല പെങ്ങളെ. ലേശം ഓവർഡോസ് ആയാലും മതി, വെള്ളം കുടിക്കും. അതെന്തോ എന്റെ ബിസിനസ് അല്ല. ജന്മാന്തര ബന്ധങ്ങൾ ചിലത് ബാക്കിയുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടാമത്തെ തവണയും ജെമിനി എന്റെ കൈ കൊണ്ട് തന്നെ രക്ഷപ്പെടണമെന്നില്ലല്ലോ. ആയുസോടെ എവിടെയോ ജീവിച്ചിരിപ്പണമെന്ന് കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാ പറയുന്നത് കിട്ടുന്ന വഴിക്ക് മദ്രാസിലേക്ക് കയറി പോവാൻ. ഇതൊരു ഒളിച്ചോട്ടമല്ല. വില്യംസ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സേഫ് എസ്കേപ്പ് റൂട്ട്. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, വേണ്ട. ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. പറ്റുമോ? കൂട്ടിന് എന്നെ പ്രതീക്ഷിക്കണ്ട. ഒറ്റയ്ക്ക് പറ്റില്ല. പറ്റും. സെയിം കറൻസിൽ അങ്ങോട്ടും ഡീൽ ചെയ്യുക. കൊള്ളാവുന്നവർ കത്തിയും കൊടുത്ത് പറഞ്ഞു വിടുക. ധൈര്യമുണ്ടോ? ഇല്ല. സോ ഒറ്റ വഴിയുള്ളൂ. തൽക്കാലം മദ്രാസിലേക്ക് വണ്ടി കയറുക, പോലീസിൽ അഭയം തേടുക. എന്താ പോലീസിന് ഇഷ്ടമല്ലേ? പോലീസ് കേട്ടപ്പോ ഞെട്ടുന്നു. വില്യംസിനെ കുറിച്ച് എല്ലാം അറിയാമെന്നും പറയുന്നു, പോലീസിനെ അറിയിക്കാനും പറയുന്നു. മദ്രാസിലാണെങ്കിലും ഓഫീസേഴ്സ് എല്ലാം അയാളുടെ ഫ്രണ്ട്സാ. സോ വാട്ട്? ഒരു സെലിബ്രിറ്റി സൂപ്പർ സ്റ്റാർ ആണ് പറയുന്നത് ജീവന് ഭീഷണിയുണ്ടെന്ന്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവിടെ നിൽക്കും. ആക്ഷൻ എടുത്തേ പറ്റൂ. ആരും തിരിച്ചറിയില്ല. പറഞ്ഞത് മറക്കണ്ട. പോലീസ്. രക്ഷപ്പെടാൻ പോലീസ് അല്ലാതെ മറ്റൊരു മാർഗം എന്നോട് പറഞ്ഞിരുന്നല്ലോ. സെയിം കറൻസിയിൽ അങ്ങോട്ടും ഡീൽ ചെയ്യുക, കൊള്ളാവുന്നവർത്തന് കത്തിയും കൊടുത്ത് അയക്കുക. പറഞ്ഞില്ലേ അങ്ങനെ? അത് സീരിയസ് ആയിട്ട് എടുത്തോ? എടുത്തു. ഞങ്ങളിൽ ഒരാളെ ഇനി ജീവിച്ചിരിക്കാവൂ. അത് ഞാനായിരിക്കണം. അപ്പോന് വേണ്ടി ഒരു കൊല നടത്താൻ പോലും ഒരുങ്ങിയതല്ലേ. എനിക്ക് വേണ്ടി ബാക്കി കിട്ടാനുള്ള 2 ലക്ഷവും നഷ്ടപ്പെടുത്തി. അത് വേണ്ട, ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം. This is 3 lakhs. Take it. Kill him. Kill Williams. Save me, please. SP സാറല്ലേ? I am John Samuel from Kerala. ദേവരാജനാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. അപ്പുവിനെ ഡിസ്ചാർജ് ചെയ്ത് ഒരുക്കിയിരുത്തണം. ഞങ്ങൾ തിരുവനന്തപുരത്തിന് പോകുന്നു. കഴിയുന്നെങ്കിൽ ഇന്ന് തന്നെ. പണത്തിന്റെ കാര്യമൊക്കെ ശരിയായി. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാൻ പറയിച്ച. Please help me. Don't leave me. Amma. ഇനി എനിക്ക് പോകല്ലേ ഡോക്ടറെ? അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല. കുറെ കടലാസുകളിൽ ഒപ്പിടാനുണ്ട്. ഇത് സർക്കാർ ആശുപത്രി ഒന്നുമല്ല. മതി മതി. എന്തൊക്കെ കുരുത്തക്കേടാ നീ കാട്ടിക്കൂട്ടിയത്?
എടാ അപ്പു ഇവിടെ കാത്തിരിക്കുക. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഡോക്ടർ ഇവനെ ഡിസ്ചാർജ് ചെയ്തത്. യാത്രയിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ശരി ശരി, നീ ഫോൺ വെക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആക്സിഡന്റ് കേസല്ലേ, പരിക്കെത്ര നിസ്സാരമാണെങ്കിലും 100 കൂട്ടം ഫോർമാലിറ്റീസ് കാണും. സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞോളാം. എടാ നീ ഫോൺ വെക്കടാവേ. അന്ന് അപകടത്തിൽപ്പെട്ട് കുഴി കിടക്കുന്നത് കണ്ടു. ഇന്നലെ ഹോട്ടൽ മുറി വെച്ച് കണ്ടു. ഇതല്ലാതെ എന്തറിയാൻ ജമിനിയെ പറ്റി? ഒരു സിനിമാ നടി. ബട്ട് ഹൂ ഈസ് ഷീ? മലയാളിയാണ്. ബോംബെക്കാരിയാണെന്നും പറയുന്നു. ബോംബെ മലയാളി. ഒരു സാധാ ടൈപ്പിസ്റ്റിന്റെ മകൾ. അമ്മ ഗുജറാത്തിയാ. ഫാഷൻ ഡിസൈനിങ് ആണ് ജമിനി പഠിച്ചത്. ഓ, അതായിരിക്കും പിന്നീട് ഈ തുണിക്കമ്പനി തുടങ്ങാനുള്ള പ്രചോദനം. ആവാം. പഠിക്കുന്ന കാലത്ത് പോക്കറ്റ് മണിക്ക് വേണ്ടി ഏതോ സോപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു. അത് കയറി ഞാൻ കൊളുത്തു. അതോടെ ആഡ് ഫിലിം രംഗത്ത് ഇവളൊരു മഹാസംഭവമായി. ടോപ്പ് മോഡൽ. അങ്ങനെ ഒരു ദിവസം തമിഴിൽ പടമെടുക്കുന്ന ഒരു മലയാളി പ്രൊഡ്യൂസർ നായിക തേടി ബോംബെയിലെത്തുന്നു. ജമിനിയെ കാണുന്നു. കൂടെ അവനുണ്ടായിരുന്നു വില്യംസ്. അവനാരാ? പ്രൊഡ്യൂസറുടെ കസിൻ. ഓ, എർത്ത്. അപ്പൊ എർത്ത് കയറി ഹീറോയിനെ പ്രേമിക്കുന്നു? അല്ല, സത്യത്തിൽ വില്യംസ് ജമിനിയെ രക്ഷിക്കുകയായിരുന്നു. ഈ പരസ്യ കമ്പനിക്കാരൻ ജമിനിയും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. 5 വർഷത്തേക്ക് പുറത്തൊരു പടത്തിൽ അഭിനയിക്കാൻ പാടില്ല. അന്വേഷിച്ചു വന്ന സകല സിനിമാക്കാരെയും ഈ കരാറുകാരൻ കയറി വെട്ടി. ഏത് മോഡലിന്റെ സ്വപ്നമാണല്ലോ എങ്ങനെയെങ്കിലും ഒരു സ്റ്റാർഡം ഉണ്ടാക്കാന്നുള്ളൂ. അത് സാധിക്കാതെ ജമിനി നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് വില്യംസിന്റെ വരവ്. കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എല്ലാ പ്രൊഡ്യൂസർമാരെയും പോലെ ഇവന്മാരും മടങ്ങിപ്പോയില്ല. പകരം എന്തുണ്ടായി? കരാറുകാരൻ തട്ടിപ്പോയി. അതെ, പക്ഷെ തെളിവില്ല. റോഡ് ആക്സിഡന്റ്. ജമിനി ആ തമിഴ് സിനിമയിലൂടെ സൂപ്പർ സ്റ്റാറായി. അതിനിടയ്ക്ക് തന്ത ചത്തും പോയി. അതോടെ അവളുടെ സാമ്പത്തിക നിയന്ത്രണം മുഴുവൻ വില്യംസ് ഏറ്റെടുത്തു. അവൻ അങ്ങനെ ആക്കി തീർത്തു. സത്യത്തിൽ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഭാര്യയാണെന്നൊക്കെ അവനിങ്ങനെ ചുമ്മാ വെള്ളപ്പുറത്ത് പറയും. അയാൾക്ക് വേറെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. രക്ഷിക്കാൻ ഒരു കൊല ചെയ്തവൻ ശിക്ഷിക്കാനും മടിക്കില്ല എന്ന് ജമിനിക്ക് സംശയം തോന്നി തുടങ്ങി. പോരാത്തിന് സമ്പത്തും കുമിഞ്ഞുകൂടി. ഈ അടുത്ത കാലത്ത് ജമിനിക്കൊരു പ്രേമബന്ധം. കാമുകൻ ഹിന്ദിയിലെ സൂപ്പർ ഡയറക്ടർ, അണ്ടർവേർഡ് കണക്ഷനൊക്കെ ഉള്ള ആളാ. അപ്പൊ അവനോട് മത്സരിക്കാൻ താൻ പോരാ എന്ന് വില്യംസിന് തോന്നിക്കൂടെ? അപ്പോ ആരാ യഥാർത്ഥ കൊലയാളി? ഡ്രാക്കുള? അറിയില്ല. സമയനിഷ്ഠയുള്ളവൻ. അവനെന്താ വരാത്തെ? ഏത് നിമിഷവും വരാം. വാക്ക് പാലിക്കാത്ത നിസ്സാരന്മാരെ ഒന്നും വില്യംസ് ഈ പണി ഏൽപ്പിക്കില്ല. അപ്പൊ നടുവിലുള്ള തേഡ്മാൻ ആരാണ്? വില്യംസിനും ഡ്രാക്കുളയ്ക്കിടയിലുള്ള ലിങ്ക് ചോദിച്ചില്ല, പറഞ്ഞുമില്ല. എന്തോ കുഴപ്പമുണ്ട്. ആള് കാട്ടൂരച്ചന്റെ ഫ്രണ്ടാണെന്ന് ഉറപ്പാണ്. അതൊരു സൊല്യൂഷൻ അല്ലല്ലോ. ദേവരാജൻ കുറ്റവാളിയാണെങ്കിൽ ശങ്കരൻ എന്തിനിവിടെ കൊണ്ടുവന്നു? വഴിയിൽ ഉപേക്ഷിക്കാമായിരുന്നു. വിറ്റ്നസ് ഇല്ല, എവിഡൻസ് ഇല്ല. അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല മിസ്റ്റർ ജോൺ. ലെറ്റ് ദ പോലീസ് കം. അതിനു മുമ്പ് മദറിനെ വിവരം അറിയിക്കും. അതൊരു പന്തികെട്ട വരവാണല്ലോ. അതാരാ? ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാ. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഹൗ ആർ യു? ഫൈൻ. ഓക്കെ. എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് ഉറപ്പാ. മറിയിച്ചൊന്ന് പോയ കന്യാസ്ത്രീയോട് സംസാരിച്ചാലോ? എടാ, നിനക്ക് നിങ്ങളെ അറിയാഞ്ഞിട്ടാ. എടാ, സംഗതി ഇത്തിരി സീരിയസാ. നീ ഇവിടെ തന്നെ നിൽക്കേ. ഞാൻ പോയി പോളച്ചനെ കണ്ടേച്ചും വരാം. അതാരാ? ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് പോൾസൺ. പേടിക്കണ്ട, എന്റെ അടുത്ത കക്ഷിയാ. വല്ലപ്പോഴും രാവിലെ കുർബാനയ്ക്ക് വരും. നീ ഇവിടെ നിൽക്കേ. എടാ, നീ വിളിച്ചപ്പോ പോളച്ചനോട് പറഞ്ഞ പേരെന്താ? ജോൺ സാമുവൽ. ജോൺ സാമുവൽ. അത് റിവീൽ ചെയ്യണ്ട. തൽക്കാലം ദേവരാജനും ജോൺ സാമുവലും രണ്ടായി തന്നെ നിൽക്കട്ടെ. ഞാനിപ്പോ വരാം. You be there. This is the man, ദേവരാജൻ. You are under arrest, Mr. ദേവരാജൻ. എന്താ കാര്യം? ശങ്കർ മരിച്ചു. It was only an accident. എന്നാണ് ഞങ്ങളും കരുതിയത്. മിസ്റ്റർ കാരണം വിസിബിലിറ്റി കുറവായിരുന്നു. പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് അയാൾ കൈപൊക്കിയത്. ഞാൻ മാക്സിമം ബ്രേക്ക് ചവിട്ടുകയും ചെയ്തു. ആക്സിഡന്റ് അത്ര സീരിയസ് അല്ല. ഒരു മൈനർ ഹെമറേജ്. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഫേറ്റൽ. പക്ഷേ ശങ്കർ വെടിയേറ്റാണ് മരിച്ചത്. നോ. യെസ്. അയാളുടെ ലങ്സിൽ നിന്നെടുത്ത ബുള്ളറ്റ് ആണിത്. 3ാമത്തെ വെടി ശരീരം തുളച്ചു പുറത്തു. പോസ്റ്റുകളെ കുറിച്ച് ഒന്നും അറിയാത്ത ആളല്ല ദേവരാജൻ. ആക്സിഡന്റിനെ കുറിച്ച് അയാൾ പറഞ്ഞത് ശ്രദ്ധിച്ചോ? പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണത്രേ ചത്താള് കൈപൊക്കിയത്. പോയിന്റ് ബ്ലാങ്ക് ഒരു സാധാ ഡ്രൈവറുടെ ഡിക്ഷണറി ഇല്ലാത്ത വാക്കായത്. ഈസ് നോട്ട് എ ക്രെയിൻ ഓപ്പറേറ്റർ. ഗുഡ് ഈവനിങ് സർ.
പോൾസൺ വില്യംസ് IPS, ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടാണ്. സുഹൃത്തുക്കൾ പോളച്ചൻ എന്നും ശത്രുക്കൾ വില്യംസ് എന്നും വിളിക്കും. യു ഹാവ് യുവർ ചോയ്സ് മിസ്റ്റർ ദേവരാജൻ. സാറി രാത്രി ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല. ദൈവം ഇങ്ങനെ വാരിക്കോരി അനുഗ്രഹിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറയാതെ ഇദ്ദേഹത്തെ ഇവിടെ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞത് വലിയ കാര്യം. പിടിവിട്ടുപോയാ പോയില്ലേ? വാ വാ. സർ, ഇത് വണ്ടിയിൽ നിന്ന് കിട്ടിയതാ. ജെമിനി ഓഫർ ചെയ്ത എമൗണ്ട് എത്ര? എന്നെ കൊല്ലാൻ അവൾ എത്ര തന്നു? ഇനി എത്ര തരും? ഇൻബോൺ ആർട്ടിസ്റ്റാണ് അവൾ, തികഞ്ഞ നടി. താരം തിരഞ്ഞെടുത്ത കൊലയാളിയും അതേ ജനുസ്, ബോൺ ആർട്ടിസ്റ്റ്. ഫാക്ടറിയിൽ നീ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ സംശയിച്ചില്ല. ദാറ്റ്സ് എ ബ്യൂട്ടി. ആക്ടിങ്, നടിപ്പ്. വിഡ്ഢിയാണ് ശങ്കർ, പമ്പര വിഡ്ഢി. നിന്നോടുള്ള പൂർവ്വ പരിചയം ഒരു വീക്ക് മൊമെന്റിൽ അവൻ എന്നോട് പറഞ്ഞു. എനിക്ക് പറ്റിയ ചതിയുടെ ആഴം ആ ഒരു നിമിഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. എന്നെ കൊല്ലാൻ നിന്നെ ഏർപ്പെടുത്തിയവനാണ് ശങ്കർ. ഓഫ് കോഴ്സ്, ജെമിനിയുടെ അറിവോടെ. അല്ലല്ല, ശങ്കർ അല്ല. സോ ഐ കിൽഡ് ഹിം. ശങ്കർ ഈസ് നോ മോർ. ശങ്കറിനെ രക്ഷപ്പെടുത്താനുള്ള നിന്റെ ശ്രമം എനിക്കിഷ്ടപ്പെട്ടു. ചത്തത് അവന്റെ ബാഡ് ഫേറ്റ്, ലീവ് ഇറ്റ്. പക്ഷെ നിന്റെ വരവ് രണ്ടു വിധത്തിൽ എന്നെ സഹായിച്ചു. ഒന്ന്, ശങ്കറിന്റെ മർഡറിന് ഒരു സ്കേപ്പ് ഗോഡിനെ കിട്ടി നീ. രണ്ട്, നിന്റെയും ശങ്കറിന്റെ ഒത്തുകളി പൊളിഞ്ഞു. സാർ, ഒത്തു കളിക്കുകയായിരുന്നു. ശങ്കറിനെ നിനക്ക് വഴിയിൽ ഉപേക്ഷിക്കാമായിരുന്നു. എന്തുകൊണ്ട് ഉപേക്ഷിച്ചില്ല? സൽപ്രവർത്തിക്ക് പേര് കേട്ടവനല്ല ദേവരാജൻ. രണ്ട് കാര്യങ്ങൾ എനിക്കറിയണം. മദ്രാസിയിലെത്തിയാൽ ജെമിനി എന്ത് ചെയ്യും? വാട്ട് വാസ് യുവർ അഡ്വൈസ്? പോലീസ് റിപ്പോർട്ട് ചെയ്യും. നോ പ്രോബ്ലം. ഒരേ ഒരു സാക്ഷി നീയാണല്ലോ. സോ നോ പ്രോബ്ലം. ദെൻ വേർ ഇസ് ഒറിജിനൽ കില്ലർ, ദ റിയൽ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്, ഡ്രാക്കുള? ഈസ് ഹി അലൈവ്? അവനെ കൊന്നെങ്കിൽ ധൈര്യമായി പറഞ്ഞു, ഞാൻ ക്ഷമിക്കാം. ഇഫ് ഹി ഈസ് അലൈവ്, ഞാൻ അത് അറിഞ്ഞേ തീരൂ. ദ ഹോൾ ജെമിനി എപ്പിസോഡ് ഞാൻ അത് അറിഞ്ഞേ തീരൂ, ഇൻ ഡീറ്റെയിൽ. 5 ലക്ഷം രൂപയും തിരുവനന്തപുരത്തെ 4 ഡോക്ടേഴ്സും ഉണ്ടെങ്കിൽ അപ്പുവിന്റെ ജീവിതം ഭദ്രം. ഈസ് ഇറ്റ്? അപ്പു മരിച്ചാലോ? രോഗം കൊണ്ടല്ല, വെടിയേറ്റ് മരിച്ചാലോ? നീ എങ്ങനെ റിയാക്ട് ചെയ്യും? അയ്യോ, പടപടാന്നിരിക്കുന്നല്ലോ. അല്ല, പാൽപിറ്റേഷൻ തുടങ്ങിയല്ലോ. അയ്യോ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അങ്ങനെ 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 തന്നെ. രണ്ടറ്റായി കഴിഞ്ഞിരിക്കുന്ന എന്നെ നീ കൊലക്കൂടി കൊല്ലടാ. അയ്യോ സാർ, പോലീസാണല്ലേ? സാർ, ഞാൻ പട്ടാളം, എയർഫോഴ്സ്. നാമക്കല്ലിന്ന് കുറച്ച് കോഴിയായിട്ട് കൊച്ചിക്ക് പോവാ. നീ കള്ളനാണല്ലേ? അല്ല ആശാനെ, കാര്യം എയർഫോഴ്സ് ആണെങ്കിലും പട്ടാളവും തോക്കും ഇത് രണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒരു ഡ്രൈവറാ സാറേ. പക്ഷെ ഈ സാധനം എനിക്ക് പേടിയാണ്. അറ്റായിക്കാരനാ മാഷേ. അതങ്ങ് മാറ്റിയപ്പം മസിലൊക്കെ ഒന്ന് അയഞ്ഞ്. മസിലയഞ്ഞപ്പോ ദേ വേറൊരു പാര. ഇവിടെയാണ് നേരവും വെളുത്തല്ലോ. അയ്യോ, എന്താണ് 1+2 മൊത്തം 3. ഞാനിവിടെ ഏതെങ്കിലും ഒരു ചെറിയ ഹോട്ടലിൽ നിർത്തി കാര്യം സാധിക്കാം.
ലുങ്കി സോപ്പ് വീണ്ടാത്ത പെട്ടിയുടെ താക്കോല്ലാതേല താഴെ ഭയങ്കര തിരക്ക്. പട്ടാള വന്ന് പറഞ്ഞപ്പോ അമ്മര് മോളിൽ ഒരു മുറി തന്ന്. ഇപ്പൊ വരാം. ഈ വണ്ടി വന്നാൽ ഏത് റൂമിലാണ്? 203. ஆமாண்டி 7 மணிக்கெல்லாம் வந்தாச்சுங்க. என்ன வேணாலும் சொல்லு நீ. சொல்லுங்க. அப்படியெல்லாம் பேசக்கூடாது. പൊണ്ടാട്ടി പൊണ്ടാട്ടി സാധനം പാണ്ടിയ ചിക്കിലി കൊടുത്ത് ഒഴിവാക്കാൻ നോക്കി, അവള് വിട്ടില്ല. മടവിധി. ചൊല്ല. நான் சொன்னேன் நீ எடுத்துட. அதை கொடுத்துட, அது பிரச்சனை இல்ல. எல்லாம் ஃபேமிலி மேட்டர்ஸ் தானே, எதுக்கு இப்ப பேசுறான்? அவனே அந்த திருட்டு மூஞ்ச பார்க்காத. ഡ്രാക്കുള, the prince of darkness. പക്ഷേ അത് നിനക്ക് ചേരില്ല, എനിക്ക് ചേരും. ബിക്കോസ് ഐ ആം ദ ഒറിജിനൽ. എന്നെ കണ്ടപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ഞെട്ടുന്നു. അയ്യോ പാവം, ഇതെന്ത് ഡ്രാക്കുള? ഇത് വെറും ലോക്കൽ അല്ലേ? മാക്സിമം ഒരു 6 കൊല്ലയുടെ റേഞ്ച് വരും. പിശാചുക്കളെ നാറ്റിക്കാനുണ്ടായ അശു. ജെമിനി വില്യംസ് എൻകൗണ്ടർ, അത് അവരുടെ കുടുംബകാര്യം. നമുക്കൊരു കാര്യമില്ല, പക്ഷെ യവന് കാര്യമുണ്ട്. എന്താ ചോറാണ് മാഷേ? ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊന്ന് വഴിതെറ്റി. വഴി കണ്ടുപിടിച്ചവൻ അടുത്ത ഡ്രാക്കുള കയറി പറ്റി. തട്ടിക്കളാന്ന് പറഞ്ഞല്ലേ ഞാൻ. സമ്മതിച്ചില്ല, അനുഭവിക്കും. സർവീസിലായിരുന്നപ്പോ എന്റെ ബോസ് ആയിരുന്നു വില്യംസ്. ഇപ്പൊ ഞങ്ങൾ സുഹൃത്തുക്കളാ. 2 മുതലാളിമാർ തമ്മിലുള്ള സ്നേഹബന്ധം. അതർമാൻസ് മണിയിലാണ് രണ്ടിന്റെയും കളി. അങ്ങനെ നിനക്ക് തോന്നാം, ജെമിനിയുടെ കാശിൽ വില്യംസിന്റെ കളി, നന്ദുവിന്റെ കാശിൽ എന്റെ കളി. യു ആർ റൈറ്റ്. നന്ദു പോയ വേറൊരു നന്ദു, ജെമിനി പോയ വേറൊരു ജെമിനി. പക്ഷെ അവരുടെ പണം അത് പോകാൻ പാടില്ല. അന്നത്തെ എന്റെ അതേ അവസ്ഥയിലാണ് വില്യംസും. ജെമിനി വിവാഹിതയാവുന്നു, തൊപ്പിക്കാരൻ ഒഴിഞ്ഞേ പറ്റൂ. പക്ഷെ ഞാൻ അന്ന് ചെയ്യാൻ മടിച്ചത് വില്യംസ് ചെയ്തു. ജെമിനിയെ കൊല്ലാൻ ഒരാൾ. സോ ഐ സെൻഡ് ഹിം. എന്ത് കാര്യം? ചിക്കിലി മുഴുവൻ കൊണ്ടുപോയില്ലേ? സഞ്ചിയിൽ എത്ര ബാക്കി? വാടക കൊലയാളിക്ക് എസ്കോട്ട് വന്നത് വില്യംസിനെ വളർത്താനല്ല. ഐ നോ യു ആർ ഹിയർ വിത്ത് ഫാദർ വർഗീസ്. തീരെ പ്രതീക്ഷിക്കാതെ ഒരു ആൾമാറാട്ടം നടന്നപ്പോ ഐ കെപ്റ്റ് എ ലോ പേസ്. വില്യംസിന്റെ മുന്നിൽ നീ കൊടുങ്ങുമെന്ന് ഞാൻ കരുതി. ഇല്ല, സക്സസ് എപ്പോഴും നിന്റെ കൂടെയായിരുന്നു. ഓക്കെ, അത് ദൈവനിശ്ചയം. ഈ പണം നിന്റേതാണ്. പോരെങ്കിൽ പറയാം, ഫോർഗെറ്റ്. അവന് ഞാൻ കോമൺ സെറ്റ് കൊള്ളാം. ബട്ട് അപ്പുവിനെ എനിക്ക് വേണം. ഐ നോ ഹി ഈസ് സിക്ക്. വില്യംസ് എല്ലാം എന്നോട് പറഞ്ഞു. ലോകത്തെവിടെയെങ്കിലും ഒരു ചികിത്സ ഉണ്ടെങ്കിൽ അത് അപ്പുവിനെ കിട്ടിയിരിക്കും. അവൻ ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പു ഇല്ലെങ്കിൽ എനിക്ക് നന്ദുവില്ല. നന്ദു അത് കോടികളുടെ ഒരു പ്രസ്ഥാനമാണ് ദേവരാജ. ഇനി അത് വിട്ടുകളിക്കാൻ ഞാൻ തയ്യാറല്ല. വില്യംസ് ഉടനെ എത്തും. Then we are moving to Holy Angels. അപ്പു എന്റെ കൂടെ. യു ആർ ഫ്രീ. ശങ്കരന്റെ മരണവുമായി നിനക്ക് പിന്നെ യാതൊരു ബന്ധവുമില്ല. വാക്കാണ്. ഫ്രീ ഫോർ എവർ. അപ്പോ എല്ലാം ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞു.
സിസ്റ്റർ വറീച്ചൻ റൂമിലുണ്ടോ? ചാപ്പലിലുണ്ട്. ഒരു ഗസ്റ്റ് വന്നിരുന്നു കുമ്പസാരിക്ക്. ആരാ ഗസ്റ്റ്? കണ്ടിട്ട് പരിചയം തോന്നിയില്ല. പറഞ്ഞ പോലെ അയാൾ വന്ന് വണ്ടിയും കാണുന്നില്ലല്ലോ. പോയായിരിക്കും. വറീച്ച, ഞാനാ. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാകില്ല വറീച്ച. ഞാൻ അപ്പൂനെ കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാ. വറീച്ച, വറീച്ച. അപ്പോ ഹലോ അപ്പോ. അച്ഛാ, are you all right? Can you hear me? യെസ്. നീ എവിടെയാ? അറിയില്ല, എവിടെയോ. അച്ഛാ, how is വറീച്ചൻ അങ്കിൾ? അങ്കിളിനെ ഒരുപാട് തല്ലി. അപ്പോ ഹലോ വില്യംസ്. ജെമിനി മദ്രാസിൽ എത്തിയിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. Where is she? വില്യംസ്. I will kill your son. എന്നോട് നീ പണം വാങ്ങിയത് ജെമിനിയെ കൊല്ലാനാണ്. ഡു ഇറ്റ്. എന്റെ ആൾക്കാരെ നീ കൊലയ്ക്ക് കൊടുത്തു. അതിനുള്ള ചെറിയ ശിക്ഷ വറീച്ചൻ. സോ ഡു ഇറ്റ്. വില്യം സാറിന്റെ ഫാം ഹൗസ് അല്ലേ? അതെ. ആരാ? ഞാൻ പുതിയ വാച്ച്മാനാ. ഹലോ, എന്തായി? ഹലോ ഹലോ ഹലോ
നമുക്ക് ഈ കളി മതിയാക്കാം. രോഗിയാണ് എൻ്റെ മകൻ. എനിക്കിവനെ രക്ഷിച്ചേ മതിയാവും. ഞങ്ങളൊരു യാത്രയിലാണ്, ജീവിതത്തിലേക്കുള്ള മടക്കയാത്ര. ഞാൻ, അപ്പു, നന്ദു. വഴി മുടക്കരുത്. ഒരു ദുർബല നിമിഷത്തിൽ നിന്നോട് വാങ്ങിയ പണം, ശാപം കിട്ടിയ പണം, ടേക്ക് ഇറ്റ് ബാക്ക്. ദയവ് ചെയ്ത് പിന്തുടരരുത്. നമുക്ക് തമ്മിൽ ശത്രുതയില്ല. സത്യം. ലെറ്റ് മീ ലീവ്. എനിക്കും ജീവിക്കണം.